നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ. 2022 മെയ് മാസത്തിൽ ആലപ്പുഴ കടപ്പുറത്ത് നടന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയുടെ രാജ്യദ്രോഹ സംഘടനയുടെ സമ്മേളനത്തിൽ മുഴങ്ങിക്കേട്ട ഈ കൊലവിളി മുദ്രാവാക്യം കേരളത്തിന് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കുകയില്ല, പ്രത്യേകിച്ച് ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും. ആ മുദ്രാവാക്യത്തിൽ സൂചിപ്പിച്ച കാലന്റെ കാലൊച്ചയാണോ കഴിഞ്ഞ ഞായറാഴ്ച കോയമ്പത്തൂരിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ അല്ലെങ്കിൽ ചാവേർ സ്ഫോടനത്തിൽ മുഴങ്ങിക്കേട്ടത്? ഈ അടുത്ത നാൾ വരെ ദക്ഷിണേന്ത്യയിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിരുന്നവർ ഇനി മുതൽ തിരശ്ശീലയ്ക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ ആക്രമണ പദ്ധതിയിടുന്നതിന്റെ സൂചനയാണോ കോയമ്പത്തൂർ സ്ഫോടനം? ദക്ഷിണേന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകൾ ആക്റ്റീവ് സെല്ലുകളായി മാറുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇസ്ലാമിക തീവ്രവാദത്തോട് മൃദു സമീപനം പുലർത്തിയതിന്റെ പരിണിത ഫലങ്ങളാണോ ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത്? ഷെക്കേന ചർച്ച ചെയ്യുന്നു കോയമ്പത്തൂർ ചാവേർ സ്ഫോടനം നൽകുന്ന സൂചന എന്ത്? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മിഥുൻ വിജയകുമാർ, കാസയുടെ പ്രസിഡന്റ് ശ്രീ കെവിൻ പീറ്റർ, ഒപ്പം മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോൺസൺ തോമസ്. മൂന്നുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ മിഥുൻ വിജയകുമാർ, കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ദീപാവലിക്ക് തൊട്ട് തലേനാൾ കോയമ്പത്തൂരിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒരു ചാവേർ സ്ഫോടനം നടക്കുകയുണ്ടായി. പ്രത്യേകിച്ച് നമുക്കറിയാം, 24 വർഷം മുമ്പ് 1998 കോയമ്പത്തൂരിൽ 12 കിലോമീറ്റർ ചുറ്റളവിൽ 11ഓളം സ്ഥലങ്ങളിൽ നടന്ന സ്ഫോടനത്തിൽ നിരവധി പേർ മരിക്കുകയും 200ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദക്ഷിണേന്ത്യയിൽ മുമ്പൊക്കെ ഒരു തീവ്രവാദത്തിന് ഒരു ഇന്റലക്ച്വൽ സപ്പോർട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീവ്രവാദപരമായ ഒരു പദ്ധതിയിടൽ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം, ഇതൊക്കെയായിരുന്നു നേരത്തെ ദക്ഷിണേന്ത്യയിൽ പ്രകടമായി സംഭവിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത്തരം തീവ്രവാദ ശക്തികൾ, നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അത്തരം തീവ്രവാദ ശക്തികൾ പ്രത്യക്ഷത്തിൽ ഒരു ആക്രമണ സ്വഭാവത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണോ ഈ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന കോയമ്പത്തൂരിൽ നടന്ന ചാവേർ സ്ഫോടനം? ശ്രീ മിഥുൻ വിജയകുമാർ. നോക്കൂ, ഈ ജിഹാദികളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ അന്യമതസ്ഥരെ അവരുടെ ആഘോഷങ്ങൾ വരുമ്പോൾ കൂട്ടക്കൊല ചെയ്യുന്ന ഒരു പ്രവണത ഇവർക്കുണ്ട്. അത് നമ്മൾ ഈ ശ്രീലങ്കയിലെ ബോംബാക്രമണമാണെങ്കിലും 98 ആക്രമണങ്ങളാണെങ്കിലും ഡൽഹിയിലെ ദീപാവലി ദിവസത്തിലുള്ള ബോംബാക്രമണമാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ 98 DMK ഭരണകാലത്ത് തന്നെ നടന്ന ഒരു ബോംബ് സ്ഫോടനം, അത് കോയമ്പത്തൂരിൽ തന്നെ. കോയമ്പത്തൂരിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തീവ്രവാദികൾ പല ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, വളരെ ഭംഗിയായി നടത്തുന്നുണ്ട്. ഇപ്പൊ 98 ബോംബാക്രമണം നടത്തി അതിൽ ഉള്ള പ്രതികളൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അബ്ദുൽ നാസർ മദനി അടക്കമുള്ള ആളുകൾ പുറത്തു വന്നു. പിന്നെ അതിലുണ്ടായിരുന്ന ബാക്കി എന്താ പറയാ, ജീവപര്യന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ DMK സ്ഥാപകന്റെ പിറന്നാൾ അനുബന്ധിച്ച് അവരൊക്കെ മാപ്പ് നൽകി സർക്കാർ വിട്ടയക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സോഫ്റ്റ് ലൈൻ അപ്രോച്ച് അവിടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള തീവ്ര സംഘടനകൾക്കും തീവ്രവാദികൾക്കും തടിച്ചു വളരാനുള്ള ഒരു അവസരം പ്രത്യേകിച്ചും കോയമ്പത്തൂർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്താൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ PFI, ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച പോലെ PFI നേതാക്കളെ അറസ്റ്റ് ചെയ്ത സമയത്ത് BJP ഓഫീസുകളിലേക്കൊക്കെ പെട്രോൾ ബോംബ് എറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കോയമ്പത്തൂരാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നത്. അപ്പൊ കോയമ്പത്തൂരിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള സൂചന പല സമയത്തായിട്ട് കിട്ടിയിട്ട് പോലും ഇവിടെ പോലീസിന് ഈ ഒരു ജിഹാദിയെ തടയാൻ സാധിച്ചില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇന്റലിജൻസ് ഫെയിലിയർ. കാരണം നിങ്ങൾ നോക്കണം, ഈ ഒരു സ്ഫോടനം നടക്കുന്നത് ദീപാവലിക്ക് ഒരു ദിവസം മുമ്പാണ്. ആ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്നും ഈ ബോംബ് ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ, പിന്നെ അയാളുടെ വീട്ടിൽ വെച്ച് ആണെങ്കിൽ പോലും ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ തന്നെ പിടിച്ചെടുത്തിട്ട് പോലും അവിടുത്തെ സർക്കാർ പറഞ്ഞത്, ആദ്യം വിട്ട സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇതൊരു ആക്സിഡന്റ് ആണ്, ഇതൊരു ഗ്യാസ് സിലിണ്ടർ എക്സ്പ്ലോഷൻ, ഒരു ആക്സിഡന്റ് മാത്രമാണ് എന്ന രീതിയിലേക്ക് ഇതിനെ ചുരുക്കാൻ നോക്കുകയായിരുന്നു അവർ ചെയ്തത്.
അപ്പോൾ ഇത് അംഗീകരിക്കാൻ പോലും ഒരു NIA അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടാൻ പോലും ശ്രീ MK സ്റ്റാലിന് 4 ദിവസം എടുത്തു. അപ്പൊ ഇവിടെയുള്ള ഈ ഒരു അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഒരു സോഫ്റ്റ് ലൈൻ അപ്രോച്ച്, ഈ ഒരു ഇസ്ലാമിസ്റ്റുകളോടുള്ള ഒരു സോഫ്റ്റ് ലൈൻ അപ്രോച്ച് ഇനിയെങ്കിലും ഒന്ന് മതിയാക്കണം. കാരണം ആ സ്റ്റേറ്റ് തമിഴ്നാട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള എസ്പെഷ്യലി കേരളം, തമിഴ്നാടൊക്കെ ഇതിനു വേണ്ടിയുള്ള ഒരു സെന്റേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയെങ്കിലും കേന്ദ്രത്തിന്റെ എന്താ പറയാ ഒരു ഹാർഡ് ലൈൻ അപ്രോച്ച്, തീവ്രവാദത്തിനെതിരെയുള്ള ഒരു ഹാർഡ് ലൈൻ അപ്രോച്ച് ഇതുപോലുള്ള സ്റ്റേറ്റുകളും സ്വീകരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒപ്പം തന്നെ ശ്രീ മിഥുൻ, ഈ പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യമൊട്ടാകെ നിരോധിച്ചപ്പോൾ കേരളത്തിലെ പല മുഖ്യധാര രാഷ്ട്രീയ നേതാക്കൾക്കും അത് അത്ര ഒന്നും ദഹിച്ചിട്ടില്ല. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു ഈ സ്റ്റാലിന്റെ ഒരു ഇസ്ലാമിക തീവ്രവാദത്തോടുള്ള ഒരു മൃദു സമീപനം, പ്രത്യേകിച്ച് ഈ ഒരു സ്ഫോടനം നടന്ന് ദിവസങ്ങൾ എടുത്തു ഒരു ചാവേർ സ്ഫോടനം എന്ന തരത്തിൽ അതൊന്നു സമ്മതിക്കാൻ. ഒപ്പം തന്നെ ഈ ഒക്ടോബർ 30 നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു BJP ഇത്തരത്തിലുള്ള ഒരു മൃദു സമീപനത്തിനെതിരെ കോയമ്പത്തൂരിൽ ഒരു ബന്ധമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കേരളത്തിന് ഒത്തിരിയേറെ പഠിക്കാനില്ലേ ശരിക്കും ഈ കോയമ്പത്തൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട്? കോയമ്പത്തൂർ കേരളത്തിൽ നിന്ന് ഒത്തിരി അകലെയൊന്നുമല്ല. വളരെ നാളുകളായി BJP ഉൾപ്പെടെയുള്ള പല സംഘടനകളും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, കേരളം തീവ്രവാദികളുടെ സേഫ് സോണാണ്, സ്ലീപ്പർ സെല്ലുകളുണ്ട്. ഈ സ്ലീപ്പർ സെല്ലുകളൊക്കെ ഒരു ആക്റ്റീവ് സെല്ലുകളായി മാറാനുള്ള സാധ്യത അതിവിദൂരമല്ല എന്നതിന്റെ സൂചനയാണോ പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഈ കോയമ്പത്തൂർ സ്ഫോടനം, ശ്രീ മിഥുൻ? തീർച്ചയായും ഇതൊരു നമ്മൾക്ക് എല്ലാവർക്കും ഒരു പാഠം ഉൾക്കൊള്ളേണ്ട ഒരു സംഭവമാണ് ഈ കോയമ്പത്തൂരിൽ ഇപ്പൊ നടന്നത്. കാരണം ഒരു വലിയ ബോംബ് ബ്ലാസ്റ്റ് പ്ലാൻ ചെയ്തിട്ട് എന്തോ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ടത് നടന്നില്ല, അത്രമാത്രമേ നമുക്കിതിൽ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, അവർക്ക് വേണ്ട ലോജിസ്റ്റിക്സ് ആണെങ്കിലും, അവർക്ക് ഇതിനു വേണ്ട ബോംബിംഗ് മെറ്റീരിയൽസ് ആണെങ്കിലും, ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണെങ്കിലും, ഇതൊക്കെ നടത്താനുള്ള സൗകര്യം ഈ സൗത്തിലുണ്ട് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോലീസിന്റെ ഇന്റലിജൻസ് ഫെയിലിയർ, സ്റ്റേറ്റ് ഇന്റലിജൻസ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ സൗത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ എന്താ പറയാ PFI അല്ലെങ്കിൽ ഇതുപോലെ തീവ്രവാദ സംഘടനകൾ നടത്തിയ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട് ഇവിടെ. അതിനെ നമ്മൾ തകർക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക കേന്ദ്രവും സ്റ്റേറ്റും ഒന്നിച്ച് തന്നെ പ്രവർത്തിക്കണം. ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു PFI ബാൻ വന്നപ്പോൾ എല്ലാവരും PFI എന്ന തീവ്രവാദ സംഘടനയെ RSS എന്ന നാഷണലിസ്റ്റ് സംഘടനയുമായി എന്താ പറയാ ഒന്ന് ടാലി ചെയ്തുകൊണ്ടായിരുന്നു സംസാരിച്ചത് പല നേതാക്കളും. അതിപ്പോ CPM-ന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആരും പൂർണ്ണമായി അവരെ തള്ളി പറഞ്ഞില്ല. കാരണം നമ്മൾ ചാനൽ ചർച്ചകളിൽ പോലും കണ്ടിട്ടുണ്ട്, ചാനൽ ചർച്ചകളിലൊക്കെ ഇവരെ പ്രതിനിധീകരിച്ച് വന്ന് ഇരിക്കുന്ന ആളുകളൊക്കെ സംസാരിക്കുന്നത് പലപ്പോഴും RSS-നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു തീവ്രവാദ സംഘടനയെ ബാൻ ചെയ്യാൻ നോക്കുമ്പോൾ അതിനെ ഒരു നാഷണലിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തി അതിനൊക്കെ കൂടെ നമുക്ക് എന്താ പറയുക ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ അവരൊക്കെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഇവിടുത്തെ പല ചർച്ചകളും മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ദേശീയ തലത്തിൽ താങ്കൾ നോക്കുകയാണെങ്കിൽ അതിനെ പൂർണ്ണമായും ഒറ്റക്കെട്ടായി പലരും അതിനെ എതിർത്തു. കോൺഗ്രസ് ഒഴികെ, അല്ലെങ്കിൽ ചില എന്താ പറയുക ഇതുപോലുള്ള BJPക്ക് എതിരെ സംസാരിക്കുന്ന ചില പാർട്ടികൾ ഒഴികെ. ബട്ട് ഇങ്ങനെയുള്ള ഒരു സോഫ്റ്റ് ലൈൻ അപ്രോച്ച്, ഈ ഇസ്ലാമിസ്റ്റുകളോടുള്ള ഈ സോഫ്റ്റ് ലൈൻ അപ്രോച്ച് കേരളത്തിൽ നാളെ ഒരു വലിയ ഭീഷണിയായി മാറിയേക്കാം. വളരെ വ്യക്തമാണ്. ശ്രീ കെവിൻ പീറ്റർ, ശ്രീ മിഥുൻ സൂചിപ്പിച്ചതുപോലെ ഈ തീവ്രവാദികളോടുള്ള ഒരു സോഫ്റ്റ് ലൈൻ അപ്രോച്ച് കേരളത്തിലും വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് PFI നിരോധിച്ചു. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല രാഷ്ട്രീയ നേതാക്കൾക്കും പല സംഘടനകൾക്കും അതത്ര ദഹിച്ചിട്ടില്ല. ആ ഒരു നിരോധനം കഴിഞ്ഞ ആ തൊട്ട് 2 ആഴ്ചകളിൽ കേരളത്തിലെ പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കടത്തൊക്കെ വളരെയധികം കുറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും കേൾക്കുന്നില്ല. പക്ഷേ തുടർന്ന് ഇങ്ങോട്ട് ആഴ്ചകൾ പിന്നിട്ടപ്പോൾ വീണ്ടും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും മറ്റു വിമാനത്താവളങ്ങളിലും സ്വർണ്ണവേട്ട നടക്കുന്നു. മയക്കുമരുന്നിന്റെ വ്യാപനം ശക്തമാകുന്നു, മയക്കുമരുന്നൊക്കെ പിടികൂടുന്നു. ഈ ഭീകരവാദികളോടുള്ള ഒരു മൃദു സമീപനം പുലർത്തുന്ന രാഷ്ട്രീയക്കാരും സംഘടനകളും മറ്റൊരു തരത്തിൽ ഒരു രാജ്യദ്രോഹം തന്നെയല്ലേ നടത്തുന്നത്? അതിന്റെയൊക്കെ ഒരു പരിണിത ഫലമല്ലേ നമ്മൾ കോയമ്പത്തൂരിൽ കണ്ടത്? നേരത്തെ അങ്ങയുടെ സംഘടനയൊക്കെ പലതവണ സൂചിപ്പിച്ചതാണ് ഈ ശ്രീലങ്കൻ മോഡലിലുള്ള ഇത്തരത്തിലുള്ള ആക്രമണം ഏത് നിമിഷവും കേരളത്തിൽ സംഭവിക്കാം. അതിന്റെയൊക്കെ ഒരു അലയൊലി അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു കാഹളധ്വനിയാണോ കോയമ്പത്തൂരിൽ നടന്നത്? ഈ മൃദു സമീപനം, ഭീകരവാദികളോടുള്ള മൃദു സമീപനം നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും മുഖ്യധാര പാർട്ടികളും ഒക്കെ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ ശ്രീ കെവിൻ പീറ്റർ? ഓക്കെ, ഞാൻ അവതാരകനായ താങ്കളുടെ വാക്കുകൾ തന്നെ കടമെടുത്തുകൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ. കോയമ്പത്തൂരിൽ നിന്ന് കേരളത്തിലേക്ക് അധികം ദൂരമില്ല. താങ്കൾ സൂചിപ്പിച്ച കോയമ്പത്തൂർ ബോംബ് സ്ഫോടന സമയത്ത് തൃശ്ശൂരിൽ ഒരു ബോംബ് പൊട്ടിയിരുന്നു. അന്ന് ഒരു ബോഗിയുടെ ഒരു ഭാഗം അടർന്നു പോവുകയാണ് ഉണ്ടായത്. ഇന്നും തൃശ്ശൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ നോക്കിയാൽ ഒരു പ്രായമുള്ള ഒരു മധ്യവയസ്കനായ ഒരു യുവാവ്, കൈ പകുതിയുള്ള ഒരു യുവാവ് ചായക്കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ആ പയ്യൻ കുട്ടിയായിരുന്നു. അവൻ ചായമായി പോകുമ്പോഴാണ് ഈ സാധനം ബ്ലാസ്റ്റ് തൃശ്ശൂരിൽ നടക്കുന്നത്. പുലർച്ചെയായിരുന്നു. അപ്പോ
ഇത് ഏറ്റവും അധികം പക്ഷെ ഇവിടെ നമ്മൾ അലർട്ട് ആവേണ്ടത് കേരളത്തിലാണ്. പക്ഷെ ഇവിടെ വളരെ നമ്മുടെ പൊതുസമൂഹം, നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ പോലും ഷക്കിന ടെലിവിഷൻ പോലും ഈ വിഷയം എടുത്തപ്പോൾ ഒത്തിരി സന്തോഷമാണ് തോന്നിയത്. കാരണം അതിനെ കോയമ്പത്തൂരിൽ നടന്ന ആ ബോംബ് സ്ഫോടനത്തെ കുറിച്ച് ഇവിടുത്തെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് എന്ത് കാര്യമുണ്ടെങ്കിലും സിറിയയിലായാലും പലസ്തീനിലായാലും എവിടെയായാലും ഇവിടെ കണ്ണീരൊഴുക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ആൾക്കാരൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടില്ല. ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ തമിഴ്നാടും അതിൽ എല്ലാറ്റിലും ഉപരിയായി കേരളവുമായിരുന്നു തീവ്രവാദികൾക്ക് എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുത്തത്. ഇസ്ലാമിക മതം മൗലിക തീവ്രവാദത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തിരുന്നതായിരുന്നു. ഇവിടെ ഏതൊരു തീവ്രവാദിക്കും ഏത് സംസ്ഥാനത്തെ പിടികിട്ടാ പുള്ളിക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ജോലി ചെയ്തുകൊണ്ട് ഒളിവിൽ സസുഖം താമസിക്കാം. ഇവിടെ ID കാർഡും റേഷൻ കാർഡും കാരസ് ബോർഡും LED TVയും എല്ലാം ഇവിടുത്തെ നമ്മുടെ സർക്കാരും രാഷ്ട്രീയ പാർട്ടിയും കൂടെ ചേർന്ന് കൊടുത്തോളൂ. അവർക്ക് അവരുടെ ഒളിവിൽ താമസിപ്പിക്കാം. ഇവിടെ ആലോചനാ യോഗങ്ങൾ, ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആലോചനാ യോഗങ്ങൾ, പഠന ക്ലാസുകൾ, ആയുധ പരിശീലനം, ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾക്കുള്ള പണമിടപാടുകൾ, ലഘുലേഖകളുടെ പ്രിന്റിങ്, അതിന്റെ വിതരണങ്ങൾ, അങ്ങനെ എല്ലാവിധ, അതായത് പാരീസ് ബോംബ് സ്ഫോടനത്തിന്റെയും ശ്രീലങ്കൻ സ്ഫോടനത്തിന്റെയും വേരുകൾ ഇവിടെ കേരളത്തിലുണ്ട്. അപ്പം എവിടെ ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ നടന്നതായാലും ഗുരുദ്വാരയിൽ പൊട്ടിത്തെറിച്ചതായാലും അതെല്ലാം മലയാളികളാണ്. UN, പല സംഘടനകൾ, പല ഏജൻസികൾ, കേന്ദ്ര സർക്കാർ, കേന്ദ്ര ഏജൻസികൾ ഒക്കെ തന്നെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒരു തമാശ രൂപേണ നമ്മൾ അതിനെ നിസ്സംഗതയോടെ കാണുകയാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് ബോംബ് ഉണ്ടാക്കാനും അത് വെക്കാനും ഒക്കെ പരിശീലനം ലഭിച്ച തീവ്ര ചിന്താഗതിക്കാരായ മത തീവ്രവാദികൾ നമ്മൾക്കിടയിൽ ഇപ്പോഴുമുണ്ട്. കാരണം അവരിപ്പോൾ അസ്വസ്ഥരാണ്, അവർ അസംഘടിതരാണ്. അവിടെയാണ് ഇതിന്റെ അപകടം എന്ന് പറയുന്നത്. കാരണം ഇത്രയും കാലം അവരെ നിയന്ത്രിക്കാനും അവരെ നിയന്ത്രിച്ച് നിർത്താനും അവരെ ഏകോപിപ്പിക്കുവാനും നേതാക്കൾ ഉണ്ടായിരുന്നു, അവരുടെ തലച്ചോറുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ആ തലച്ചോറുകൾ എല്ലാം തന്നെ തീഹാർ ജയിലിലാണ്, അല്ലെങ്കിൽ NIA നിരീക്ഷണത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള നേതാക്കളോ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള രണ്ടാം നിര നേതാക്കളോ ഒന്നുമല്ല ഇത്രയധികം പ്രവർത്തനങ്ങൾ കാട്ടുന്നത്. ഇത്രയധികം പ്രവർത്തനങ്ങൾ കാട്ടുന്നത് ഇപ്പോൾ കോയമ്പത്തൂരിൽ സ്വയം പൊട്ടിത്തെറിച്ചതുപോലുള്ള യുവാക്കളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്ക് പൊതുസമൂഹത്തോട് ഒരു ബാധ്യതയുമില്ല. ഇപ്പൊ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓഡിയോ സന്ദേശത്തിലൂടെ അബ്ദുൾ റാഷിദ് പറഞ്ഞതാണ്, തൃശ്ശൂർ പൂരത്തിലേക്കും അല്ലെങ്കിൽ അതുപോലെ സ്ഥലത്തേക്കും ട്രക്കുകൾ ഇടിച്ചു കയറ്റണം, വാട്ടർ ടാങ്കിൽ വിഷം കലർത്തണം, ഇങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ അവർക്ക് പൊതുസമൂഹത്തോട് ഒരു ബാധ്യതയുമില്ല. അപ്പോൾ ഇത്തരം രീതിയിൽ വിഷം കുത്തിവെച്ച് തലച്ചോറിനുള്ളിലേക്ക് മതം കലർത്തി നിരപരാധികളെ, കാഫിറുകളെ, അന്യമതസ്ഥരെ കൊന്നൊടുക്കിയാൽ മാത്രമേ സ്വർഗം ലഭിക്കൂ എന്ന് അവരുടെ തലച്ചോറിനുള്ളിലേക്ക് അവരുടെ ഉപബോധ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മത തീവ്രവാദികൾ നമ്മൾക്കിടയിൽ ഉണ്ട്. അവരുടെ നേതാക്കളെ മാത്രമാണ് പിടികൂടിയിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഇവരെ നിയന്ത്രിക്കാൻ ആരുമില്ല. അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു കഴിയും. അവർ വിചാരിച്ചിരുന്നത് ഇവിടെ അവർ ഒരു വലിയ സംഭവമാണ്, വോട്ട് ബാങ്കിന്റെ ബലത്തിൽ രാഷ്ട്രീയക്കാരനെയൊക്കെ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഇണ്ണ വരപ്പിച്ചുകൊണ്ട് തങ്ങൾ വിചാരിക്കുന്നിടത്ത് നിർത്തിക്കൊണ്ട് തങ്ങൾക്ക് എന്തും ഇവിടെ സാധിക്കാം എന്നുള്ളതാണ് ഇത്രയും കാലം ഇവിടുത്തെ തീവ്രവാദ ഈ മതമൗലികവാദികൾ കരുതിയിരുന്നത്. അവർ ഒരിക്കലും കരുതിയിരുന്നില്ല ഒരു 2 കമ്പനി CRPF-ഉം 3 മണിക്കൂറും കൊണ്ട് തങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഇല്ലാണ്ടാവുമെന്ന് അവർ കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ നേതാക്കളെല്ലാം പോയി, അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന്റെ പ്രതിഫലനമാണ് കോയമ്പത്തൂർ കണ്ടത്. അവൻ ഇനി ഒരു പ്രതീക്ഷയില്ല, അവരുടെ നേതാക്കൾ ചിരിച്ചു വരുമെന്ന് അവന് പ്രതീക്ഷയില്ല. വീണ്ടും അവരുടെ ഇസ്ലാമിക രാജ്യം ഖിലാഫത്ത് സ്ഥാപിക്കുമെന്നുള്ള സ്വപ്നം അവനില്ല. അവന്റെ മുന്നിൽ ഒന്നെങ്കിൽ ഇനി അവൻ ഏത് നിമിഷവും പിടിക്കപ്പെടാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കാഫിറുകളെ പരമാവധി കൊന്നൊടുക്കിക്കൊണ്ട് 72 ഹൂറികൾക്കും മധ്യപ്പുഴയ്ക്കും പളുങ്കു പോലത്തെ ബാലന്മാർക്കും വേണ്ടി മുകളിലേക്ക് പോകാമെന്നുള്ളത് മാത്രമാണ് അവന്റെ ലക്ഷ്യം. ആ ലക്ഷ്യവുമായി നടക്കുന്നവർ നമ്മൾക്കിടയിൽ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിനേക്കാളും കൂടുതൽ ഇവർ സുരക്ഷിതമായുള്ളത് കേരളത്തിലാണെന്നുള്ള കാര്യം നമ്മൾ മറക്കുന്നില്ല. ഇതൊരു ആചാരവേടിയാണ്. നമ്മൾക്ക് സ്വയം സൂക്ഷിക്കാം എന്നുള്ളതിനപ്പുറം ഒന്നും ചെയ്യാനാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ അസ്വസ്ഥരായി മാറിയിരിക്കുന്നു. ഇവരെ നിയന്ത്രിക്കാൻ ആരുമല്ല. ഇവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ഇവരുടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ കഴിയുമെന്ന് ഈ നേതാക്കളെല്ലാം തിരിച്ചു വന്ന് തങ്ങളെ ഏകോപിപ്പിച്ച് വീണ്ടും പ്രവർത്തനം പഴയതിലും ശക്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവർക്ക് പ്രതീക്ഷയേ ഇല്ല. ആ പ്രതീക്ഷ നഷ്ടപ്പെടുത്താണ് അപകടം. ആ അപകടമാണ് നമ്മൾ കോയമ്പത്തൂർ കണ്ടത്. അപ്പോൾ ഏത് നിമിഷവും വേണമെങ്കിലും ഇവിടുത്തെ ഈ അണികളായി ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള യുവാക്കൾ അല്ലെ യുവതികൾ
അല്ലെങ്കിൽ മധ്യവയസ്കർ, അവരാര് വേണേലും ഏത് ആൾക്കൂട്ടത്തിനിടയിൽ വേണമെങ്കിലും, ഏത് പള്ളിപ്പെരുന്നാളിനായാലും ഇത് അമ്പലത്തിലെ ഉത്സവങ്ങൾക്കിടയിലായാലും മാളുകളിലോ തിയേറ്ററുകളിലോ എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഇവിടുത്തെ പൊതുസമൂഹം അല്ലെങ്കിൽ രാഷ്ട്രീയ ഭരണകർത്താക്കൾ, രാഷ്ട്രീയ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇവർ ഇപ്പോഴും നിസ്സംഗത വെടിഞ്ഞുകൊണ്ട് അലർട്ടായി വേണ്ടുന്ന പാരലായിക്കൊണ്ട്, കേന്ദ്ര ഏജൻസികൾക്ക് പാരലായിക്കൊണ്ട് ഇവിടെ അന്വേഷണങ്ങൾ നടത്തി അത്തരം ആൾക്കാരുകൾ റെയ്ഡുകൾ നടത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ കണ്ടെടുക്കുകയും അത്തരം ആൾക്കാരെ അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടായെങ്കിൽ കോയമ്പത്തൂർ ഒരു ആചാര വെടി മാത്രമാണ്. ഇനി തുടർ വെടികൾ ഇവിടെ ഉണ്ടാവും, അതിൽ കേരളത്തിലും ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം ഇനി അവരെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. ഉള്ള രണ്ടാം നിര മൂന്നാം നിര നേതാക്കന്മാരെ പിടിക്കപ്പെടാത്തവരൊക്കെ ഒളിവിൽ പോയി കഴിഞ്ഞു. അവരൊരിക്കലും ഈ അണികളെ ബന്ധപ്പെടാൻ പോകുന്നില്ല. ഈ സാധനങ്ങൾ കസ്റ്റഡിയിൽ ഇരിക്കുന്നതും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും അത് കടിപ്പിച്ച് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയൊക്കെ വെച്ചിരിക്കുന്നതും ഇതിന്റെ എല്ലാം അത് സാധാരണ താഴെക്കിടയിലുള്ള ആൾക്കാരുടെ കയ്യിലാണ്, അത് നേതാക്കന്മാരുടെ കയ്യിലല്ല. അതുകൊണ്ട് തന്നെ അപകടമാണ്. ഇവർ ഓരോരുത്തരും സ്വയം ഗ്രൂപ്പുകളായി മാറും. അവരുടെ 3, 4, 5 പേർ അവർ ചേർന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ, തീവ്രവാദ ആക്രമണമായാലും കാഫികളെ കൊല്ലുന്നാലും കത്തിക്കുത്തായാലും വെടിവെപ്പായാലും ബോംബൂട്ടിക്കലായാലും അവർ സ്വയം നടപ്പിലാക്കാൻ പോകും. അവിടെയാണ് അപകടം. അതുകൊണ്ട് തന്നെ വരുന്ന കാലം ഇത് കോയമ്പത്തൂരിൽ അവസാനിച്ചു എന്ന് കരുതരുത്. ഇത് കേരളത്തിൽ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. അതുകൊണ്ട് ഇത്രയും കാലം കാണിച്ച ആ നിസ്സംഗത മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ റെയ്ഡുകൾ നടത്തണം, നിങ്ങളായിട്ട് ചെയ്യണം. ഇവിടെ കേന്ദ്ര ഏജൻസി പോലും ഭയപ്പെടുകയാണ് ഇവിടുത്തെ കേരള പോലീസിനെ. അവരെ അറിയിക്കാതെയാണ് വരുന്നത്. പുറത്തുനിന്ന് വേറെ പ്രൊട്ടക്ഷന് വേണ്ടി വേറെ പുറത്തുനിന്ന് CRPF-നെയാണ് കൊണ്ടുവരുന്നത്. കാര്യം ഒരു തരത്തിലും ഈ കേരള പോലീസിനെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഇത്രയധികം ഇത് നടന്നു. കേരള പോലീസിൻ്റെതായിട്ട് കുറെ റെയ്ഡുകൾ നടത്തി. ആ റെയ്ഡുകൾ തന്നെ സംശയകരമാണ്. കാരണം NIA അതുപോലുള്ള ഏജൻസികളുടെ കയ്യിലേക്ക് പോകുന്നതിന് മുമ്പ് യഥാർത്ഥ തെളിവുകൾ ഇവർക്ക് കണ്ടെടുക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടാനോ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ചിലരെയൊക്കെ ഹർത്താലുകളുടെ മറവിൽ, അതായത് 5 കോടി കെട്ടിവെക്കണം എന്ന് പറയുമ്പോൾ 5000 പേരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് എത്ര രൂപ വെച്ച് വേണ്ടി വരും? ചിന്തിക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ആ 5 കോടി രൂപ കോടതിയിൽ കെട്ടിവെക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മറ്റൊരു ഗുണം കൂടെ ഉണ്ട്. ഇത്തരം ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യപ്പെടുമ്പോൾ അവരിലേക്ക് അന്വേഷണം എത്താതെ വരുന്നു. അപ്പോൾ നമ്മുടെ സർക്കാർ ഇപ്പോഴും ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല. ഇല്ല എങ്കിൽ കോയമ്പത്തൂർ കേരളത്തിൽ ആവർത്തിക്കപ്പെടും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങ് ചൂണ്ടിക്കാണിച്ചത്. പ്രത്യേകിച്ച് ഈ PFIയുടെ നിരോധനത്തിന് ശേഷം ഈ തീവ്രവാദ വിഷചിന്തകൾ തലച്ചോറിൽ കയറിയവർ അസംഘടിതരായി ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ബോംബ് പോലെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, പ്രത്യേകിച്ച് ഈ PFIയുടെ നിരോധനത്തിന് ശേഷം ആ PFI എന്ന് പേരുള്ള ഒരു സംഘടനയെയാണ് നിരോധിച്ചത്. ആ ഒരു ആശയം, അവരുടെ ഒരു ഐഡിയോളജി അവിടെ നിലനിൽക്കുന്നു. മറ്റൊരു പേരിൽ പല ഉപസംഘടനകളും കേരളത്തിലും ദക്ഷിണേന്ത്യയിലും ഇന്ത്യയിൽ ആകമാനം രൂപീകരിക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ, അല്ലെ? ഇല്ല, അത് പക്ഷെ പഴയതുപോലെ ഒരിക്കലും സാധിക്കില്ല. മുൻപ് നമ്മള് ഇപ്പം NDF-നെ നിരോധിച്ചു. അപ്പൊ അതൊക്കെ നിരോധന ഫയലുകളിൽ മാത്രമായിരുന്നു. ഇവിടെ തലച്ചോറുകളെയാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഫണ്ടിങ് സോഴ്സുകൾ അടച്ചിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഫണ്ടുകൾ മാത്രമല്ല, ഈ ഫണ്ടുകൾ ഏതൊക്കെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്? സിനിമാ വ്യവസായത്തിലേക്ക് പോയിട്ടുണ്ട്, മാധ്യമ പ്രവർത്തകർക്ക് പോയിട്ടുണ്ട്, പല സാംസ്കാരിക സംഘടനകൾ, മനുഷ്യാവകാശ സംഘടനകൾ, അങ്ങനെ പല സ്ഥലത്തേക്കും പോയിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാവും. പണ്ട് നടത്തിയതുപോലെ ഒരു നിരോധനമല്ല ഇപ്പോഴുണ്ടായിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു മൂന്നാം നിര പ്രവർത്തനയിലെ താഴെക്കിടയിലുള്ള ഒരു ജില്ലാതല പ്രവർത്തനം പിടിച്ചാൽ അവന്റെ മുകളിലുള്ള കുറച്ച് കാര്യവും അവന്റെ താഴെയുള്ള എല്ലാ കാര്യങ്ങളും അവൻ അറിയാൻ പറ്റും. പക്ഷെ ഇവിടെ ഇതിന്റെ ബൈലോ എഴുതി ഉണ്ടാക്കിയ കോയ ഉൾപ്പെടെ അകത്തായതുകൊണ്ട് വീണ്ടും ഇവർക്ക് മറ്റൊരു പേരിലേക്ക് മാറിക്കൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ STPA ഉപയോഗിച്ച് അതിന് പല മാനുഷിക മൂല്യങ്ങളും മുഖങ്ങൾ നൽകിക്കൊണ്ട് പല ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഇപ്പൊ വിളിക്കാഞ്ഞിട്ട് പോലും പല സ്ഥലത്തും ഇടിച്ചു കയറിയിട്ടുണ്ട്. പല കാര്യങ്ങളും അവർ ഇടപെടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ സംഘടനയിലേക്ക് പണവും മറ്റു കാര്യങ്ങളും ഓഫർ ചെയ്തുകൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ യുവതീ-യുവാക്കളെ പല അവരുടെ പ്രധാനപ്പെട്ട ജില്ലാതല സ്ഥാനങ്ങളിലും ഒക്കെ അവർ തിരികെ കയറ്റുന്നുണ്ട്. അപ്പോൾ അവരതിന് പല മുഖം നൽകിക്കൊണ്ട് ഇവർ ഞങ്ങൾ മൊത്തമായിട്ട് പോയിട്ടില്ല. കാര്യം അണികളെ പിടിച്ചു നിർത്തേണ്ടതുണ്ട്. അവർക്കും അറിയാം ഇതൊരു അപകടമാണെന്നുള്ളത്. അപ്പൊ അണികളെ പിടിച്ചു നിർത്താനായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കൂ, നമ്മുടെ നേതാക്കൾ തിരിച്ചു വരും, നമ്മൾ പൂർവ്വപതിയും ഭംഗിയായി പ്രവർത്തിക്കും, നമ്മൾ ഖിലാഫത്ത് സ്ഥാപിക്കും എന്നൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് അവർ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ STPA ഇലക്ഷൻ കമ്മീഷൻ നിരോധിക്കത്തോളം കാലം ഇതിനെ ഇങ്ങനെ ഒരു പല ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് വിളിക്കുന്നിടത്തും വിളിക്കാത്തടത്തും എല്ലാം ഇടിച്ചു കയറി ചെന്നുകൊണ്ട് ഇവർ അവരുടെ പ്രവർത്തനം ലൈവാക്കി നിർത്തുകയാണ്. അപ്പോൾ തന്നെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് STPA.
SDP തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട്. രണ്ടിന്റെയും ബൈലോയിലും അതിന്റെ ചട്ടക്കൂടിലും മാത്രമേ, രജിസ്ട്രേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ഇത്തരക്കാരുടെ വലകളിൽ വീണുകൊണ്ട് അത് ഹിന്ദു മതത്തിൽ നിന്നായാലും ക്രിസ്ത്യൻ മതത്തിൽ നിന്നായാലും യുവതി യുവാക്കൾ ഇതിലേക്ക് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധ പാലിക്കുക. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇനിയൊരു SDP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒരു കാരണവശാലും ഒരു മുന്നണിയിലെയും ഒരു കക്ഷികൾ, രാഷ്ട്രീയ പാർട്ടികളും പഠിപ്പിക്കരുത് എന്നുള്ളതാണ്. വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ കെവിൻ പീറ്റർ. ശ്രീ ജോൺസൺ തോമസ്, ഈ കേരളത്തിലെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു സിനാരിയോയിലേക്ക് വരുമ്പോൾ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നുണ്ടോ? ഒന്ന് രണ്ട് ചില ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഒന്ന്, 2009 ലോക്സഭാ ഇലക്ഷനിൽ ഈ നേരത്തെ നാം ഡിസ്കസ് ചെയ്ത 1998 കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതിയായ മദനിക്കൊപ്പം വേദി പങ്കിട്ടയാളാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. മറ്റൊന്ന്, PFIനെ നിരോധിച്ചപ്പോൾ ആ സംഘടനയിലെ പ്രവർത്തകരെ തങ്ങളുടെ സംഘടനയിലേക്ക്, അതായത് മുസ്ലിം ലീഗിലേക്ക് സ്വാഗതം ചെയ്ത വ്യക്തി KM ഷാജി. ഒപ്പം തന്നെ ആ നിരോധനവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട്. കോൺഗ്രസിൽ തന്നെ നട്ടലോടുകൂടി ആ നിരോധനത്തെ സ്വീകരിക്കുവാൻ പലർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം, രാജ്യസുരക്ഷയെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം വളരെയധികം അപകടകരമല്ലേ? രാജ്യത്തിന് അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് മുൻഗണന കൊടുക്കുക, പലപ്പോഴും അത് ഇവിടെ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? മറ്റൊരു കാര്യം, ഈ പാലസ്തീനിൽ സൗമ്യ സന്തോഷ് എന്ന യുവതി കൊല്ലപ്പെട്ടപ്പോൾ പാലസ്തീൻ തീവ്രവാദികൾ എന്ന് ഫേസ്ബുക്കിൽ കുറിച്ച കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിക്ക് മിനിറ്റുകൾക്കുള്ളിൽ അത് തിരുത്തേണ്ടി വന്നു. അപ്പോൾ ഈ രാജ്യസുരക്ഷയെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടല്ലേ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തിക്കേണ്ടത്? അതിന്റെ ഒരു പരിണിത ഫലമല്ലേ, അതിന്റെ ഒരു അപകടകരമായ ഒരു സാഹചര്യത്തേക്ക് അല്ലേ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്? ശ്രീ ജോൺസൺ. രാജ്യസുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതേത് രംഗത്തായാലും, രാഷ്ട്രീയ രംഗത്തായാലും ബിസിനസ് രംഗത്തായാലും ഏത് രംഗത്തായാലും രാജ്യസുരക്ഷ അതീവ പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. ഇവിടെ നമ്മൾ കോയമ്പത്തൂർ സ്ഫോടനത്തെ വിലയിരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്. കാരണം ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനം പുതിയ ഒരു വഴിത്തിരിവിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു തലത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് കോയമ്പത്തൂരിൽ കണ്ടത്. കാരണം ഇത്രയും കാലം ഇന്ത്യയുടെ പല ഭാഗങ്ങളില്, ബോംബെയിലായാലും കോയമ്പത്തൂരിലായാലും ഡൽഹിയിലൊക്കെ ആയെങ്കിലും ആക്രമണങ്ങൾ നടന്നപ്പോൾ, തീവ്രവാദ ഭീകരാക്രമണങ്ങളൊക്കെ നടന്നപ്പോൾ ബോംബ് ഫിറ്റ് ചെയ്ത് അല്ലെങ്കിൽ നേരത്തെ ടൈം ബോംബുകൾ സെറ്റ് ചെയ്ത് ആക്രമിക്കുന്ന ഒരു രീതിയാണ് ഈ ഇത്രയും കാലം ഇന്ത്യയിലെ കണ്ടുവന്നുകൊണ്ടിരുന്നത്. ചാവേർ ആക്രമണം എന്നുള്ളതിന്റെ സൂചനയിലേക്കാണ് കോയമ്പത്തൂരിലെ സ്ഫോടനം എത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ 29 വയസ്സുള്ള നാടിനും നാട്ടുകാർക്കും കുടുംബത്തിനുമൊക്കെ വളരെ പ്രയോജനപ്പെടേണ്ട ഒരു നല്ല പ്രായത്തിലെ ഒരു യുവാവ് സ്വയം പൊട്ടിത്തെറിച്ചു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് കോയമ്പത്തൂര് ബ്ലാസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോലീസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മരിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ ആ സംഭവത്തിന് മുമ്പിട്ട വാട്സാപ്പ് സ്റ്റാറ്റസിൽ പറയുന്നത്, ഞാൻ മരിച്ചു എന്നുള്ള വാർത്ത കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് മാപ്പാക്കി പുറത്തു തരണം, എന്റെ മരണ ചടങ്ങുകളിൽ പങ്കെടുത്ത്, സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരണത്തിന് ഒരുങ്ങി എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. എന്ന് പറഞ്ഞാൽ സ്വയം മനസ്സാലെ ചെയ്തു. അപ്പൊ ഇത് പുതിയൊരു തലത്തിലേക്ക് ഇന്ത്യയിലെ തീവ്രവാദ ഭീകര പ്രവർത്തനങ്ങൾ മാറി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ചാവേർ ആക്രമണത്തിന്റെ തലത്തിലേക്ക് ഇത് വളരുകയാണോ എന്നുള്ള വലിയ ആശങ്കയാണ് കോയമ്പത്തൂരിലെ ഈ സ്ഫോടനം നമുക്ക് മുന്നിൽ. ഇത്രയും നാള് ബോംബുകൾ, ആയുധങ്ങൾ വെച്ച് ആക്രമിച്ചെങ്കിൽ ഇപ്പോൾ സ്വയം വ്യക്തികൾ തന്നെ ആക്രമിക്കുവാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ രീതിയിലേക്ക് മനസ്സുകൾ തയ്യാറാക്കപ്പെട്ട, പാകപ്പെട്ട അല്ലെങ്കിൽ പരിശീലനം നൽകപ്പെട്ട വ്യക്തികൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇതിനകം തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അപകടകരമായ സൂചനയാണ് അല്ലെങ്കിൽ ആശങ്കാജനകമായ വസ്തുതയാണ് നമ്മൾ കോയമ്പത്തൂരില് കണ്ടത്. അല്ലെങ്കിൽ അത് ഒരു ചാവേർ ആക്രമണമാണെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചയാണ്. ആ രീതിയിലേക്ക് മനസ്സുകളെ പരിവർത്തനം ചെയ്തു സ്വന്തം ജീവൻ പോലും നശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കുവാൻ തയ്യാറായ ഗ്യാങ്ങുകൾ അല്ലെങ്കിൽ സംഘങ്ങൾ റെഡിയായി കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ വിദേശ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ശ്രീലങ്കയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ മാത്രം കണ്ടുകൊണ്ടിരുന്നതാണ്. നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും സ്വന്തം ജീവൻ കളഞ്ഞിട്ട് ഇങ്ങനെ ആക്രമിക്കുവാൻ തയ്യാറാകുമോ എന്നൊക്കെ നമുക്ക് ഒരു കാലഘട്ടത്തില് സംശയമുണ്ടായിരുന്നു. ആ സംശയത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കോയമ്പത്തൂർ നൽകുന്ന ഏറ്റവും വലിയ സൂചന.
ഇനി മുമ്പ് പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ കാര്യം പറഞ്ഞു. ഈ രാഷ്ട്രീയത്തിലെ എല്ലാ രാഷ്ട്രീയ സംഘടനകളിലും തന്നെ ഇങ്ങനെയുള്ള തീവ്ര നിലപാടുകളുള്ള സംഘടനയിലെ പ്രവർത്തകരും അതിന്റെ അണികളുമൊക്കെ നുഴഞ്ഞു കയറി ആസൂത്രിതമായും അല്ലാതെ നുഴഞ്ഞു കയറിയും അനുഭാവികളുമായും ഒക്കെ പറ്റിക്കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ് വോട്ട് ബാങ്കിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളത്. അത് ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല, അത് എല്ലായിടത്തും ഉള്ള ഒരു പ്രവണതയാണ്. പക്ഷെ അത് നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാവുന്ന തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വന്തം ജനതയ്ക്ക് ഭീഷണിയാവുന്ന തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ നിരുത്സാഹപ്പെടുത്തുവാനും ആ ഒരു നേട്ടം, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ അപകടപ്പെടുത്തിക്കൊണ്ടുള്ള നേട്ടം നമുക്ക് വേണ്ട എന്ന് ആർജവത്തോടെ പറയുവാനുള്ള ഉൾക്കരുത്ത് ഇവിടുത്തെ ജനാധിപത്യത്തിനും ഇവിടുത്തെ ജനാധിപത്യ പാർട്ടികളും സാംശീകരിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ വളരെ വിനാശകരമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ അവസ്ഥകളും അല്ലെങ്കിൽ സാമൂഹ്യ അന്തരീക്ഷവും മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ അധികാരികൾ വോട്ട് ബാങ്കിന്റെ താൽക്കാലിക നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് സ്വന്തം നാടിനോടും സ്വന്തം രാജ്യത്തോടും സ്നേഹവും കടപ്പാടും പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ, അവർ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഇത്തരം ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് തടയിടുവാൻ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ പ്ലാറ്റ്ഫോമുകളെയും അതിന്റെ സംവിധാനങ്ങളെയും മറ്റുള്ളവർക്ക് അടിയറ വെച്ച് കൊടുക്കരുത്. ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ തീർച്ചയായും മാറിയില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. വളരെ വ്യക്തമായി തന്നെ അങ്ങ് അത് അവതരിപ്പിച്ചു. ശ്രീ മിഥുൻ, നേരത്തെ ശ്രീ കെവിനും ശ്രീ ജോൺസണും സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നേരത്തെ ശ്രീ ജോൺസൺ പറയുകയുണ്ടായി, ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ അല്ലെങ്കിൽ സ്വയം ജീവൻ വെടിയാൻ എങ്ങനെ സാധിക്കും എന്നൊക്കെ നാം ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നേരത്തെ കെവിൻ പറയുകയുണ്ടായി, ഈ മരിച്ചതിന് ശേഷം ലഭിക്കുന്ന ചില സൗഭാഗ്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ചില ഐഡിയോളജീസ്. ഒപ്പം തന്നെ ഈ 2021 സെപ്റ്റംബർ മാസത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒന്ന് രണ്ട് വാചകങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഒന്ന്, 2018 മുതൽ കേരള പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു ഡി റാഡിക്കലൈസേഷൻ പ്രോഗ്രാം യുവജനങ്ങൾക്കിടയിൽ നടത്തുന്നു. ഒപ്പം തന്നെ മഹല് കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് കൗണ്ടർ റാഡിക്കലൈസേഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട്. പക്ഷേ COVID-19 കാരണം 2020 അത് നിന്നുപോയി. ഈ 2021 സെപ്റ്റംബർ മാസത്തിൽ പാലാപിതാവ് നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പത്രസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഈ കൗണ്ടർ റാഡിക്കലൈസേഷൻ അല്ലെങ്കിൽ ഡി റാഡിക്കലൈസേഷൻ എന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഒരു പരാമർശം നടത്തിയത്. ഈ മന്യമതസ്ഥരെ കൊന്നാൽ സ്വർഗം കിട്ടും എന്ന ഒരു ഐഡിയോളജി തലയ്ക്ക് കയറിയവരെ എങ്ങനെയാണ് നമുക്ക് ഡി റാഡിക്കലൈസേഷൻ അല്ലെങ്കിൽ കൗണ്ടർ റാഡിക്കലൈസേഷൻ ചെയ്യാൻ സാധിക്കുക, ശ്രീ മിഥുൻ വിജയകുമാർ? അതിനൊരു പക്ഷേ ഡി റാഡിക്കലൈസേഷൻ ഒരു പക്ഷേ നമുക്ക് എന്താ പറയുക പൂർണ്ണമായും ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ UP-യിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മദ്രസകളെയൊക്കെ സയന്റിഫിക് തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള പല സർവേകളും നടത്തുന്നുണ്ട്, ഓഡിറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ചുകൂടെ ഈ മതപഠനം കുറച്ചുകൂടെ സയന്റിഫിക് ആക്കിയാൽ മാത്രമേ ഒരു പക്ഷെ എന്താ പറയുക ഡി റാഡിക്കലൈസേഷൻ നമുക്ക് ഒരു പക്ഷെ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ, ഇവിടെ പൂർണ്ണമായും എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതെ വെറും വാക്കുകളിലോ അല്ലെ പ്രസംഗങ്ങളിലോ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരു എന്താ പറയുക ഇവിടുത്തെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഒരു ഇക്വേഷൻ എന്താണെന്നുള്ളതും ഒരു ഇലക്ഷൻ വരുമ്പോൾ ഇവരെടുക്കുന്ന ഒരു സ്റ്റാൻഡ് പോയിന്റ് എന്താണെന്നും പിന്നെ അത് കഴിഞ്ഞ് ഈ പറയുന്ന റാഡിക്കലൈസേഷൻ അല്ലെങ്കിൽ റാഡിക്കൽ എലിമെന്റ്സ് വർദ്ധിച്ചു എന്ന് കണ്ടാൽ ചില സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് മാത്രം പറഞ്ഞുകൊണ്ട് അതിനെ അങ്ങ് അവിടെ ഒതുക്കുകയാണ്. അതിനുവേണ്ടി എന്ത് സ്റ്റെപ്സ് ആണ് സ്വീകരിക്കുന്നത്, എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, അല്ലെങ്കിൽ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ പറയണ്ടേ? അല്ലാതെ നമ്മളിവിടെ ഡി റാഡിക്കലൈസേഷൻ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഇവിടെ എന്താ പറയുക സ്റ്റേറ്റിലെ റാഡിക്കൽ എലിമെന്റ്സിനെ മൊത്തം വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, എന്തൊക്കെയാണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ അതിന്റെ പോളിസി മാറ്റേഴ്സിലേക്ക് കുറച്ചുകൂടെ കടന്ന് സംസാരിക്കണ്ടേ? അതിലേക്കൊന്നും നമ്മൾ ഒരിക്കലും കടക്കില്ല, പറയില്ല. അതൊക്കെ എന്താ പറയുക ആളുകളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള താൽക്കാലിക സ്റ്റേറ്റ്മെന്റ്സ് മാത്രമായിട്ടേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നടന്ന കോയമ്പത്തൂർ സ്ഫോടനത്തിന് ശ്രീലങ്കൻ ചർച്ച് ബോംബ് ബ്ലാസ്റ്റുമായിട്ട് നല്ല സാമ്യമുണ്ട്. മാത്രമല്ല അതിൽ പ്രവർത്തിച്ച് അതിന്റെ മാസ്റ്റർ മൈൻഡ് ആയിരുന്ന സെറാൻ ഹാഷിം എന്ന് പേരുള്ള വ്യക്തി, അയാൾക്ക് കോയമ്പത്തൂരിലും നല്ല സ്വാധീനമുണ്ട്. 2019 ISIS-ഉമായിട്ടുള്ള ബന്ധം NIA അന്വേഷിച്ചപ്പോൾ അന്ന് അറസ്റ്റിലായ ആളുകൾ ഈ പറയുന്ന ബോംബ് ബ്ലാസ്റ്റിലെ വ്യക്തിയുമായി നല്ല ബന്ധം കീപ്പ് ചെയ്യുന്ന ആളുകളാണ്. മാത്രമല്ല ഇപ്പം മരിച്ച വ്യക്തി പോലും NIA ചോദ്യം ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ മാത്രമല്ല നേരത്തെ അദ്ദേഹത്തിന്റെ വാട്സാപ്പ് സ്റ്റേറ്റസിനെ കുറിച്ച് പറഞ്ഞു,
അയാൾ ഇങ്ങനെ ഒരു വാട്സാപ്പ് സ്റ്റേറ്റസ് ഇട്ടിട്ട് പോലും അവിടുത്തെ പോലീസിന്, അതായത് കൃത്യമായി NIA ചോദ്യം ചെയ്ത് ഒരു തീവ്രവാദ ബന്ധം ഉണ്ടെന്ന്, അതായത് ISIS-ഉമായിട്ടുള്ള ബന്ധത്തെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് അറസ്റ്റിലായത് ഇതിനു മുമ്പ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇതുപോലുള്ള ഒരു വാട്സാപ്പ് സ്റ്റേറ്റസ് ഇട്ടിട്ട് പോലും, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ എവിഡൻസ് അയാൾ പുറത്തേക്ക് വിടുകയാണ്, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നൊരു ആഹ്വാനം നടത്തിയിട്ട് പോലും ഇവിടുത്തെ സ്റ്റേറ്റിലെ പോലീസ് അലേർട്ട് ആയില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അവിടുത്തെ ഒരു സ്റ്റേറ്റ് ഇന്റലിജൻസ് മെഷീനറി ഇത്ര വീക്ക് ആയത്? കാരണം അതിനൊരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അവിടുത്തെ ഗവൺമെന്റിന് പോലീസിന് മേലുള്ള സ്വാധീനം, അല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്സിന് പോലീസ് മെഷീനറിക്ക് മേലുള്ള സ്വാധീനമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ബോംബ് ബ്ലാസ്റ്റ് കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ എളുപ്പം രക്ഷപ്പെട്ടു വരാം എന്നൊരു ധാരണ ഈ പറയുന്ന ജിഹാദികൾക്കും അല്ലെങ്കിൽ ഈ ബോംബ് ബ്ലാസ്റ്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉള്ളത് കൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ തടിച്ചു വളരുന്നത്. കാരണം പ്രത്യേകിച്ച് സൗത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട്. കാരണം 2014 ശേഷം ഒരു പക്ഷേ നമുക്ക് തീവ്രവാദത്തെ ചെറുക്കാൻ വേണ്ടിയുള്ള പല പ്ലാൻസും സെൻട്രൽ ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള തീവ്രവാദമാണെങ്കിലും ഇന്ത്യക്ക് അകത്തുള്ള തീവ്രവാദമാണെങ്കിലും. പക്ഷേ ഇവിടെ ഈ സ്യൂഡോ സെക്യുലർ ഐഡിയോളജി വളർത്തുന്ന ചില സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഈ ആളുകൾ മൊത്തം എന്താ പറയാ വർക്ക് ചെയ്യുന്നത്. കാരണം അത് ഈ ബോംബ് ബ്ലാസ്റ്റ് നടത്തുന്ന ആളുകൾ തീവ്രവാദികളായാലും, അല്ലെങ്കിൽ അവരുടെ ഹാൻഡ്ലേഴ്സ് ആയാലും, അല്ലെങ്കിൽ അവർക്ക് ഈ ലോജിസ്റ്റിക് സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരായാലും, എല്ലാവർക്കും കൃത്യമായി ഇവിടുത്തെ സിസ്റ്റത്തെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് അറിയാം. ഇപ്പൊ അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സ്യൂഡോ സെക്യുലർ ഐഡിയോളജി വളർത്തുന്ന ഈ എസ്പെഷ്യലി സൗത്തിലെ തമിഴ്നാട്, കേരള, ഈ 2 സ്റ്റേറ്റുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ റാഡിക്കൽ എലിമെന്റ്സ് തടിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങളെ തടയാൻ കേന്ദ്ര സർക്കാർ വളരെ സ്ട്രോങ് ആയ ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനോട് കുറച്ചുകൂടെ യോജിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റാൻഡ് എന്താ പറയുക സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടെ എടുക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു എന്താ പറയുക പ്രശ്നത്തെ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കുള്ളൂ. കാരണം 1998 ബോംബ് ബ്ലാസ്റ്റിന് ശേഷം കരുണാനിധിക്ക് കൃത്യമായിട്ട് മനസ്സിലായ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഒരു സോഫ്റ്റ് അപ്രോച്ച് ആയിരുന്നു അന്നത്തെ ഈ സ്ഫോടനത്തിന് കാരണമെന്ന് അദ്ദേഹം പിന്നീട് മനസ്സിലാക്കി പല തിരുത്തലുകളും വരുത്തിയിട്ടുണ്ട്. പക്ഷേ അതേ DMK സർക്കാർ ഇന്ന് വീണ്ടും ആ ഒരു സോഫ്റ്റ് ലൈൻ അപ്രോച്ച്, ഇസ്ലാമിസ്റ്റുകളോടുള്ള സോഫ്റ്റ് ലൈൻ അപ്രോച്ചിലേക്ക് മാറുകയാണ്. അതിന്റെ ഉദാഹരണമാണ് ഈ ബോംബ് ബ്ലാസ്റ്റ് നടത്തി ഇത്ര കൃത്യമായ എവിഡൻസ് എല്ലാം ഉണ്ടായിട്ട് പോലും എന്താ പറയാ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ CM-ന്റെ ഭാഗത്തുനിന്ന് അതൊരു തീവ്രവാദ അറ്റാക്ക് ആണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരാതിരുന്നത്. എത്ര വൈകിയാണ് അദ്ദേഹം പറഞ്ഞത്? കാരണം NIA-യുടെ അന്വേഷണം ആവശ്യപ്പെടുന്ന അത്ര അദ്ദേഹം വളരെ വൈകിയാണ്. കാരണം പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇതിൽ ഒരു ജിഹാദി എലിമെന്റ് ഉണ്ടെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റാലിൻ അത് അംഗീകരിക്കാൻ ഇത്രയധികം സമയമെടുത്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സോഫ്റ്റ് ലൈൻ അപ്രോച്ചാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നാഷണൽ സെക്യൂരിറ്റിയുടെ കാര്യം വരുമ്പോഴെങ്കിലും ഇവർ ഈ പറയുന്ന എന്താ പറയാ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ഒരു മൈനോറിറ്റി അപ്പീസ്മെന്റ് പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് ഇപ്പോൾ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വെടിഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നേ പറയാനുള്ളൂ. ഓക്കെ, ഒരു ഉപചോദ്യം കൂടി ശ്രീ മിഥുൻ. ഈ കോയമ്പത്തൂർ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നാം ഈ ചർച്ച നടത്തുന്നത്. പ്രത്യേകിച്ച് 1998 നടന്ന ഭീകരാക്രമണം, 60ഓളം പേർ മരിക്കുന്നു, 200ഓളം പേർക്ക് പരിക്കേൽക്കുന്ന വളരെ ദാരുണമായ ഒരു ഭീകരാക്രമണം കോയമ്പത്തൂർ പട്ടണത്തിൽ നടക്കുന്നു. തുടർന്നുള്ള വർഷങ്ങളിലാണെങ്കിൽ പോലും പല ഭീകരാക്രമണ കേസുകളുമായി ബന്ധപ്പെട്ട് പല വ്യക്തികളെയും അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഈ കോയമ്പത്തൂർ പട്ടണം കേന്ദ്രീകരിച്ചാണ്. ഏറ്റവും ഒടുവിൽ ഈ ദീപാവലി തലേന്ന് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചാവർ സ്ഫോടനം. എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ കോയമ്പത്തൂർ ഈ ഇത്തരം ഒരു സേഫ് സോൺ അല്ലെങ്കിൽ ഒരു ഹോട്ട്സ്പോട്ടായി, തീവ്രവാദപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഹോട്ട്സ്പോട്ടായി കോയമ്പത്തൂർ പട്ടണം മാറുന്നത്? പ്രത്യേകിച്ച് കേരളവും കോയമ്പത്തൂരും തമ്മിൽ അധികം ദൂരമില്ല. അതിനെപ്പറ്റി താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? നമുക്ക് ഒന്നാമത്തെ കാര്യം കേരളത്തിലേക്കുള്ള ആക്സസ്, പിന്നെ പണ്ട് നമ്മളൊക്കെ കണ്ടിരുന്ന PFI പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഏറ്റവും ഒരു ബേസ് ആയിരുന്നു കേരളം. അപ്പൊ കേരളത്തിലേക്കുള്ള ആക്സസ് കൂടുതൽ കിട്ടുക കോയമ്പത്തൂരിൽ നിന്നാണ്. കോയമ്പത്തൂരാണ് ഏറ്റവും എളുപ്പം കേരളത്തിലേക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ എന്താ പറയുക ലോജിസ്റ്റിക്സ് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നോക്കുകയാണെങ്കിൽ കേരളത്തിലേക്കുള്ള ആക്സസ് വളരെ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ കോയമ്പത്തൂർ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത്രയും അധികം ഇപ്പൊ ഈ PFIയുടെ ഒരു ബാൻ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. കാരണം കേരളത്തിൽ പല സ്ഥലത്തും വളരെ സ്ട്രോങ് ആയി പ്രക്ഷോഭം നടന്നപ്പോഴും തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ മാത്രമായിരുന്നു ഈക്വലന്റ് ആയിട്ടുള്ള ഒരു പ്രക്ഷോഭം നടന്നത്. അപ്പോൾ അവിടെ പെട്രോൾ ബോംബ് എറിഞ്ഞു. കേരളത്തിൽ സമാനമായ രീതിയിലായിരുന്നു അവിടെയും പ്രക്ഷോഭം നടന്നത്. അപ്പോൾ കേരളവും കോയമ്പത്തൂരും വളരെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്കൊരു ലോജിസ്റ്റിക് സപ്ലൈ ആണെങ്കിലും, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ ഈ ഡിസ്റ്റൻസ് വെച്ച് നോക്കുകയാണെങ്കിലും ഒക്കെ തന്നെ വളരെ ആക്സസിബിലിറ്റി കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഈ 2 സ്ഥലങ്ങളും.
അപ്പൊ ഇവിടെ തമിഴ്നാട് കേരളം എന്ന് മാത്രമല്ല, കേരളത്തിലേക്കുള്ള ആക്സസ്, പ്രത്യേകിച്ചും ഇവിടെ എന്താ പറയുക, ഇതൊരു ഹബ്ബാണല്ലോ. കേരളം ഇതിന്റെ ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ ഒരു എന്താ പറയുക ഒരു സിംഗിൾ പോയിന്റ് ഓഫ് ആക്സസ് ഒരു പക്ഷേ കോയമ്പത്തൂർ ആയിരിക്കും ഈ ഒരു സമയത്ത്. പിന്നീട് അത് വളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് എന്താ പറയുക കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ ഇപ്പോൾ. ഓക്കെ, വളരെ വ്യക്തമായി തന്നെ അത് വ്യക്തമാക്കി. ശ്രീ കെവിൻ പീറ്റർ, നേരത്തെ നമ്മൾ ചർച്ചയിൽ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ PFIയുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് ഈ അത് കഴിഞ്ഞുള്ള ആഴ്ചകളിൽ ഈ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്കൊരു കുറവുണ്ടായിരുന്നു. ഇപ്പോൾ PFIയുടെ മാസ്റ്റർ ബ്രെയിൻസ് എല്ലാം അങ്ങ് പറഞ്ഞതുപോലെ തിഹാർ ജയിലിലാണ്. അതിന്റെ ഉന്നത ലീഡർഷിപ്പ് ഒക്കെ NIAയുടെ കസ്റ്റഡിയിലാണ് അല്ലെങ്കിൽ NIAയുടെ നിരീക്ഷണത്തിലാണ്. പക്ഷെ ഈ നിരോധനത്തിന് ശേഷവും ഈ കേരളത്തിൽ നടക്കുന്ന ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ പലപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ PFI പോലുള്ള തീവ്രവാദ സംഘടനകളാണ് എന്ന് കാസ് പോലുള്ള സംഘടനകൾ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരുടെ നിരോധനത്തിന് ശേഷവും വീണ്ടും ശക്തമായി തന്നെ ഇത്തരം കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ആരായിരിക്കാം അതിനുശേഷവും നടക്കുന്ന ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹ ശക്തികൾ? ശ്രീ കെവിൻ പീറ്റർ. ശരിക്കും നമ്മൾ കരുതുന്ന പോലെ ഈ സ്വർണ്ണക്കള്ളക്കടത്തൊന്നും ഒരിക്കലും പോപ്പുലർ ഫ്രണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ നേരിട്ടല്ല അത് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒത്തിരി വിങ്ങുകളുണ്ട്. ഇതിനെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മറ്റൊരു ഇതിൽ തന്നെ ഇപ്പം സലഫിസ്റ്റുകൾ പോലുള്ള ആൾക്കാരുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് അതിന്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് ഒരിക്കലും നേരിട്ട് ഈ തീവ്രവാദ സംഘടനകളുമായിട്ട് ഒരുവിധ ബന്ധങ്ങളും നേരിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഇതിനായിട്ട് പ്രത്യേകം കരാർ കൊടുത്തിരിക്കുന്നതുമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇതിലൂടെ എത്തിക്കുന്നത്. ഇവരിലേക്ക് എത്തുന്നത് ഇവരുടെ നിർദ്ദേശാനുസരണമാണെങ്കിൽ ഇവർക്ക് ഇത്തരം തീവ്രവാദ സംഘടനകൾക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ടാവില്ല. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ റെയ്ഡ് നടന്ന് ഇത്രയും അറസ്റ്റ് നടന്നപ്പോൾ ഈ ആളുകളെല്ലാം തന്നെ ഒന്ന് പകച്ചു എന്നുള്ളതാണ് സത്യം. അതാണ് ആ ആഴ്ചകളിൽ ഇത്തരം മലദ്വാരത്തിലൂടെയും അല്ലാതെയും കൊണ്ടുവരുന്ന സ്വർണം പിടിക്കപ്പെടുന്നതിൽ ഒരു മാന്ദ്യം സംഭവിച്ചു. ഇല്ലാതെ തന്നെയായി. ആദ്യത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ അറസ്റ്റിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല, ആ ഒരു ആഴ്ച ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അത് വീണ്ടും വന്നു. അപ്പോൾ ഇത് നമുക്ക് കരുതുന്നത് ഇവരിലൂടെ നേരിട്ടല്ലാതെ ഇവർക്കായിട്ട് പല രീതിയിൽ സ്വർണമായിട്ടും അല്ലാതെയും ഇവിടെ ഫണ്ട് എത്തിക്കുന്നതിനുള്ള ആൾക്കാർ മറ്റു പലരാണ്. അവരിപ്പോഴും സജീവമാണ് എന്നുള്ളതാണ്. അത് വിദേശങ്ങളിലാണ്, അവരുടേതായ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരിപ്പോഴും നേതാക്കൾ മാത്രമേ പോയിട്ടുള്ളൂ. അണികളും അവർക്ക് നിർദ്ദേശം ലഭിച്ച അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശാനുസരണം വേറെ ആളുകളിലേക്കും ഒക്കെ തന്നെയാണ് ഈ സാധനങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും ഇവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ മുൻപ് കൊടുത്തിട്ടുള്ള നിർദ്ദേശം അത് വെച്ചിട്ടുള്ള ഫണ്ടിങ് ഇടപാടുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് കണ്ടിന്യൂ ആയിട്ട് ഇത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതിപ്പം നിലവിൽ മുൻപ് കരാറല്ല, നിർദ്ദേശാനുസരണം ഏൽപ്പിച്ചിരുന്നതോ അല്ലെങ്കിൽ അല്ലാതുള്ളതോ ആയ സാധനങ്ങളാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ അത് വരുന്നത് ഇവരുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അതാണ് അറസ്റ്റ് നടന്ന ആ ഒരാഴ്ചയിൽ അത് ഉണ്ടാകാതിരുന്നത്. അപ്പോൾ ഇനി ഇതിപ്പോ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത് മുൻപോട്ട് ഉണ്ടാവില്ല. NIA ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും പിടിമുറുക്കി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്നതും ഇവിടുന്ന് പോകുന്നതുമായിട്ടുള്ള പലരെയും ഇനിയിപ്പോ രണ്ടാം ഘട്ടം, ഇപ്പൊ ഒരു റെയ്ഡിന്റെ ആദ്യ ഘട്ടമാണ് നമ്മൾ കാണുന്നത്. ഇനി രണ്ടാം ഘട്ടം നമ്മൾ ഇതുപോലെ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു വെളുപ്പം കാലത്ത് നമ്മൾ കേൾക്കുന്ന വാർത്ത അതായിരിക്കും. ഇതിന്റെയൊക്കെ അടുത്ത ഘട്ടം ആൾക്കാരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴാൻ പോകുന്നതേ ഉള്ളൂ. അതിവിടെ ഉണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം കൂടെ നേരത്തെ ഞാൻ മുൻപ് പറഞ്ഞതുമായി ചേർത്ത് ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. നമ്മുടെ ശ്രീ ജോൺസൺ പൂന്തുരുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മുൻപ് ഇവിടെ ബോംബ് സ്ഫോടന പരമ്പര ഉണ്ടായിരുന്നു. അന്ന് ഒരു കാലത്ത് ട്രാൻസിസ്റ്റർ റേഡിയോ ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന 2 ബാൻഡ് റേഡിയോയുടെ ഉള്ളിൽ ബോംബ് വെച്ചതിന് ശേഷം എവിടെയെങ്കിലും വെച്ചിട്ട് പോകും. അന്നത്തെ കാലത്ത് റേഡിയോ എന്നൊക്കെ പറഞ്ഞൊരു സാധാരണക്കാരന്റെ ഒരു ആഗ്രഹമാണ്. അത് കാണുമ്പോൾ എടുത്ത് വീട്ടിൽ കൊണ്ടുവരുന്നു, ഓണാക്കുന്നു, അല്ലെങ്കിൽ അവിടെ വെച്ച് ഓണാക്കുന്നു, ആൾ പൊട്ടിത്തെറിക്കുന്നു, ആ പരിസരത്ത് ഉണ്ടാകുന്നവർ മരിക്കുന്നു. അത് ട്രാൻസിസ്റ്റർ ബോംബായിരുന്നു. ഈ കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രധാനമായിട്ടും അവർ ചെയ്തത് നിർത്തിയിട്ട വാഹനങ്ങളിനകത്തായിരുന്നു. അന്ന് നമ്മളെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു വാഹനം ഒരു സ്ഥലത്തുനിന്ന് ഒരു അംബാസഡർ കാർ നീക്കം ചെയ്തത് വളരെയധികം ശ്രമകരമായിട്ടാണ്. കാര്യം അതിന്റെ ഡോറ് തുറന്നാലും ഏത് ഭാഗം തുറന്നാലും അത് ബ്ലാസ്റ്റ് ആവും. അപ്പോൾ അത് വളരെയധികം ശ്രമകരമായിട്ടാണ് അന്ന് കൊണ്ടുപോയത്. അപ്പോൾ അന്ന് അങ്ങനെയുള്ള ബോംബുകളായിരുന്നുവെങ്കിൽ ഇന്ന് ചാവേർ ആക്രമണത്തിലേക്ക് മാറുന്ന രീതിയിൽ ഇവിടുത്തെ യുവാക്കളെ അവർ മസ്തിഷ്ക പ്രക്ഷാളനം, ബ്രെയിൻ വാഷിംഗ് നടത്തി കഴിഞ്ഞു. കാര്യം ഇവിടുന്ന് യുവാക്കൾ പോയി അഫ്ഗാനിസ്ഥാനിലെ ഗുരുദ്വാരയിൽ പോയി ചാവേറായിട്ട് പൊട്ടിത്തെറിച്ചു. ഇപ്പോഴും ആ വിഭാഗം അത് ചെയ്തിരിക്കുന്നു. അപ്പൊ ആ രീതിയിൽ നമ്മുടെ യുവാക്കളെ, യുവതികളെ
അവർ മാറ്റം വരുത്തി കഴിഞ്ഞു. അവിടെയാണ് ഇപ്പൊ ജോൺസൺ പറഞ്ഞതിലെ ഏറ്റവും വലിയ അപകടമുള്ളത്. കാര്യം മുമ്പ് ഇത്തരം കാര്യങ്ങളായിരുന്നു. അതേസമയം ഇപ്പൊ ചാവേർ ആക്രമണത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ അപകടമാണ്. സാധാരണ ഡ്രസ്സിൽ നമ്മൾക്കിടയിലേക്ക് വരുന്ന ആള് അല്പനേരം ശേഷം പൊട്ടിത്തെറിക്കാം. നമുക്കൊരിക്കലും പറയാം, അത് ഒരിക്കലും മറ്റതുപോലെ പറയാനാവില്ല. ഇപ്പോഴത്തേക്ക് ഒരു വിഷയത്തിൽ ഒരു മറ്റൊരു വസ്തു കണ്ടു കഴിഞ്ഞാൽ, ഒരു അപരിചിതമായ ഒരു വസ്തു കണ്ടു കഴിഞ്ഞാൽ സംശയത്തോടെ നമ്മൾ നോക്കും. പക്ഷെ അതേസമയം നമ്മൾക്കിടയിലേക്ക് കടന്നു വരുന്ന ആളെ നമ്മൾ എങ്ങനെ സാധിക്കും? അപ്പോൾ അത് ഭയങ്കരമായ ഒരു അപകടം തന്നെയാണ്. അപ്പോൾ ഇതുവരെയും നമ്മളുടെ ഭരണാധികാരികൾ അതിൽ അലർട്ട് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാര്യം ഇപ്പോഴും ഇവിടെ ഇപ്പോ കോയമ്പത്തൂരിൽ ഒരു സ്ഫോടനം ഉണ്ടായി. എന്തെങ്കിലും ഒരു പരിശോധന റെയിൽവേ സ്റ്റേഷനുകളിൽ വരുന്ന ആളെ നിരീക്ഷിക്കുക, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകളിൽ അല്ലെങ്കിൽ മാളുകളിൽ എന്തെങ്കിലും ഒരു അലർട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിശോധനയോ ഒരു ചെക്കിങ്ങോ ഒരു വാഹന പരിശോധന ഉണ്ടായി? ഒന്നുമില്ല. തൊട്ട് വാളയാർ അതിക്കപ്പുറത്ത് ശീരവാണി കാടുകൾക്ക് അപ്പുറത്ത് ബോംബ് സ്ഫോടനം ഉണ്ടായി. ഇപ്പുറത്തതേ ഒരു കുഴപ്പവുമില്ലാതെ സാധാരണഗതിയിൽ ജനജീവിതം പോകുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരുകളെ സംരക്ഷിച്ച് നിർത്തുന്ന രാഷ്ട്രീയക്കാർ ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കും. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ താങ്കൾ എന്നോട് ചോദിച്ചതുപോലെ ഇത് മറ്റൊരു വിങ്ങുകളാണ് ഇത് ചെയ്യുന്നത്. ഇവർക്ക് വേണ്ടുന്ന സാമ്പത്തികം അത് പല രീതിയിൽ ഇവിടെ കൊണ്ടുവരുന്നു, ആയുധം കൊണ്ടുവരുന്ന മറ്റു രീതിയിലാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകരോ അതിന്റെ ബുദ്ധി കേന്ദ്രങ്ങളോ ആളുകളോ ഒന്നും നേരിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. പക്ഷെ ഈ രണ്ടാം ഘട്ടത്തിൽ ഇത്തരം ആൾക്കാർ പിടിക്കപ്പെടും. അവരുടെ മുഖം പലരുടെയും പല പകൽമാന്യന്മാരുടെയും മുഖം മേടികൾ അഴിഞ്ഞു വീഴും എന്ന് തന്നെ നമുക്ക് കരുതാം. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ജോൺസൺ, അങ്ങൊരു മാധ്യമ പ്രവർത്തകനാണ്. നേരത്തെ നാം ഈ ഡി റാഡിക്കലൈസേഷൻ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് പ്രത്യേകിച്ച് ഈ PFIയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എടുത്തു. ഈ സംഘടനയുടെ നിരോധനം ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ബോധവൽക്കരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ. കേരളത്തിലെ ഒരു മാധ്യമങ്ങളുടെ ഒരു സിനാരിയോയിലേക്ക് വരുമ്പോൾ എല്ലാ മാധ്യമങ്ങളുമല്ല, എന്നാൽ ചില മാധ്യമങ്ങളൊക്കെ പലപ്പോഴും ഈ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഒരു പ്രതിരോധം തീർക്കുവാൻ അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തുവാൻ പലപ്പോഴും ഭയപ്പെടുന്നു. പല പ്രമാദമായ കേസുകളിലും പിടിക്കപ്പെടുന്ന പ്രതികളുടെ ഒരു മുഴുവൻ പേര് പോലും പറയാൻ പലർക്കും മടിയാണ്. ഈ ഒരു ഭയമാണോ? എന്നാൽ മറുസൈഡിൽ ഈ ഹിന്ദുത്വ തീവ്രവാദത്തിനെതിരെ ശബ്ദിക്കുവാൻ അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തുവാൻ അതിനെതിരെ പ്രതിരോധം തീർക്കുവാൻ ഇവർക്കാർക്കും യാതൊരു മടിയുമില്ല, ഭയവുമില്ല. ഈ ഇസ്ലാമിക തീവ്രവാദത്തോട് ചില മാധ്യമങ്ങളെങ്കിലും കാണിക്കുന്ന ഒരു മൃദു സമീപനം, അത് ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഭീകര സംഘടനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യദ്രോഹ ശക്തികളൊക്കെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തഴച്ചു വളരുവാൻ ഒരു വളമാകുന്നില്ലേ ശ്രീ ജോൺസൺ? അത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഉള്ള ഒരു സംഭവമാണ് ഈ മാധ്യമ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടും ഉള്ളത്. നമ്മുടെ വായനക്കാരെ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ നമ്മുടെ റേറ്റിംഗ് കുറയുമോ എന്നുള്ള ആശങ്കകൾ രാഷ്ട്രീയക്കാർ പുലർത്തുന്ന അതേ ആശങ്കകൾ തന്നെയാണ് മാധ്യമങ്ങളിൽ ഒരു വിഭാഗവും പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ കോയമ്പത്തൂരിലെ സ്ഫോടനം നടന്ന സംഭവം DMK സർക്കാർ NIAക്ക് വിട്ട വാർത്ത ചുരുക്കം ചില പത്രങ്ങളെ 1-ാം പേജിൽ കൊടുത്തിട്ടുള്ളൂ. പ്രധാന പേജുകളിലേക്ക് ആ വാർത്തയെ കൊണ്ടുവന്നിട്ടുള്ളൂ. പല പത്രങ്ങളിലും ആ വാർത്ത ഉൾപ്പെടുത്തിയിട്ട് തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ അതാണ് സാഹചര്യം. നമ്മുടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കുറെയൊക്കെ ഒഴിവാക്കണമെങ്കിൽ, ഇപ്പൊ തീവ്രവാദ പ്രവർത്തനം തടയണമെങ്കിൽ അത് സർക്കാരിനെ കൊണ്ട് മാത്രം സാധിക്കുമെന്ന് തോന്നുന്നില്ല. സർക്കാരിന് കുറച്ച് നേതാക്കളെയും ഇങ്ങനെയുള്ള സംവിധാനങ്ങളെയും ഫണ്ട് വരുന്ന സോഴ്സുകളിലും ഒക്കെ തടയാനും അല്ലെങ്കിൽ അവരെ പിടിച്ചകത്തിടാനും പ്രതിരോധിക്കാനും ഒക്കെ സർക്കാരുകൾക്ക് കഴിയും. പക്ഷെ മനസ്സിനുള്ളിൽ കിടന്ന് ഇത് തുടച്ചു മാറ്റണമെങ്കിൽ അത് ഒരിക്കലും ഒരു സർക്കാർ സംവിധാനത്തിന് സാധ്യമായ കാര്യമല്ല. അതിന് തുടക്കം കുറിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ സമുദായങ്ങളിലുമൊക്കെയാണ്. നമ്മുടെ സമുദായവുമായി ബന്ധപ്പെട്ടവർ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ സമുദായത്തിന്റെ തലപ്പത്തുള്ളവരും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും അത് ചെറുപ്പം മുതൽ തന്നെ അതിനെതിരെയുള്ള ഒരു പ്രതിരോധം കുട്ടികളിലേക്കാണെങ്കിലും വിദ്യാർത്ഥികളിലേക്കാണെങ്കിലും കൊടുക്കുവാൻ സന്നദ്ധരാവണം. അല്ലാതെ ഞങ്ങളുടെ മക്കള് പോകുന്നു, അവരൊന്നും ഞങ്ങളുടെ ആൾക്കാരല്ല എന്നും പറഞ്ഞ് കൈ എഴുന്നേറ്റോ വിലപിച്ചിട്ടോ കാര്യമില്ല. അതേത് സമുദായമാണെങ്കിലും തീവ്രമായ നിലപാടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സമൂഹത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ വലിയ പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഒരു വലിയ സാഹചര്യം പുറത്തുനിന്നുള്ളവർ പറയുന്നതിനേക്കാളും നല്ലത് നമ്മുടെ അകത്തുനിന്നുള്ളവർ പറയുമ്പോഴാണ് അതിന് കൂടുതൽ ഫലവത്താകുന്നതും. എവിടെയാണ് ശസ്ത്രക്രിയ വേണ്ടതെന്നും എവിടെയാണ് മുറിവ് വെച്ച് കെട്ടേണ്ടതെന്നും എവിടെയാണ് തുടച്ചു മാറ്റേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നവർ ആ സമുദായത്തിന് ഉള്ളിലുള്ളവർ തന്നെയാണ്. അതുകൊണ്ട്
ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ വലിയ ബോധവൽക്കരണവും അതുപോലെ തന്നെ പ്രതിരോധ പ്രവർത്തനവും ഉയർന്നു വരേണ്ടത് സമുദായത്തിനുള്ളിലും ഉയർന്നു വരണം, അതുപോലെ തന്നെ പൊതുസമൂഹത്തിലും ഉയർന്നു വരണം. അപ്പം സമുദായത്തിനുള്ളിൽ ശക്തമായിട്ട് ഉയർന്നു വന്നെങ്കിൽ മാത്രമേ പൊതുസമൂഹത്തിനും കൂടി വളരെ ശക്തമായിട്ട് ആ കാര്യം ഉന്നയിക്കുവാനും കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവരെ കുറ്റം പറയുകയാണ്, അല്ലെങ്കിൽ അവരെ താറടിക്കുവാൻ പറയുകയാണ്, അവഹേളിക്കാൻ പറയുകയാണെന്നുള്ള തോന്നലുണ്ടാവും. അപ്പം നമുക്കുള്ളിൽ നിന്ന് തന്നെ ഇതിനെതിരെയുള്ള വലിയ പ്രതിരോധം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. പോയവര് പോയി, പക്ഷെ വളർന്നു വരുന്ന തലമുറയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അകന്നു നിന്ന് രാജ്യസ്നേഹത്തോടെയും അല്ലെങ്കിൽ സമൂഹത്തിന് ദോഷം വരുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്മാറുവാനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വഴുതി വീഴാതിരിക്കുവാനും അങ്ങനെയുള്ള ആശയങ്ങളിലേക്ക് ആകൃഷ്ടരായി പോകാതിരിക്കുവാനുമുള്ള പ്രതിരോധം തീർക്കുവാൻ നമ്മുടെ സമൂഹത്തിനുള്ളിലും സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ വലിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. അതിന് തയ്യാറായില്ലെങ്കിൽ ഭാവിയിൽ വീണ്ടും ഇത്രയുള്ള സംഭവങ്ങൾ ആവർത്തിക്കും എന്നുള്ളതാണ് ലോകമെമ്പാടും നിന്ന് നമുക്ക് മനസ്സിലാവുന്ന പാഠം. ഓക്കെ, വളരെ വ്യക്തമാണ്. തീവ്രവാദത്തിനെതിരെ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പ്രതിരോധം തീർക്കപ്പെടണം. വളരെ വ്യക്തമായി തന്നെ അങ്ങ് അവതരിപ്പിച്ചു ശ്രീ ജോൺസൺ. നമ്മുടെ ചർച്ചയുടെ ഒരു അവസാന റൗണ്ടിലേക്ക് വരുമ്പോൾ ശ്രീ മിഥുൻ, നേരത്തെ കെവിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. PFI നിരോധിച്ചു. കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഒരു സംഘടന PFI നിരോധിക്കപ്പെട്ടു. എന്നാൽ അതിന്റെ മറുസൈഡിൽ അതിന്റെ രാഷ്ട്രീയ മുഖമായ SDP ഇപ്പോഴും സജീവമായി കേരള സമൂഹത്തിൽ തന്നെ ഉണ്ട്. അതും ഒരു ഭയാനകമായ ഒരു സാഹചര്യമല്ലേ കേരളത്തിലും അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലും അല്ലെങ്കിൽ ഇന്ത്യയിലാകമാനം സൃഷ്ടിക്കുന്നത്? ഒരു നിരോധിക്കപ്പെട്ട സംഘടനയുടെ രാഷ്ട്രീയ മുഖം അത് സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു എന്നത് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമല്ലേ ശ്രീ മിഥുൻ? ഇവിടെ ഒരു സംഘടനയെ മാത്രം ബാൻ ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് ആ ഐഡിയോളജിയെ പൂർണ്ണമായി നശിപ്പിക്കാൻ സാധിക്കില്ല. അത് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഇനിയിപ്പം പണ്ടത്തെ ISS ആണെങ്കിലും അല്ലെങ്കിൽ NDF ആണെങ്കിലും ഒക്കെ തന്നെ അതിൽ പ്രവർത്തിച്ച പലരും പിന്നീട് മറ്റ് സംഘടനയിൽ പ്രവർത്തിക്കുകയായിരുന്നു. പിന്നീട് അതിൽ നിന്ന് മാറിയിട്ട് വേറൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്നു. പിന്നീട് ലാസ്റ്റ് അത് PFI ആകുന്നു. ഇനി PFI മാറി വേറെ എന്തായിട്ട് വരും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ SDPI ഒരു വലിയ ഭീഷണി തന്നെയാണ്. പക്ഷെ ഇവരെ നിരോധിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഇവരെ തടയാൻ പറ്റുമോ എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ഈ കോയമ്പത്തൂർ നടന്ന ഒരു ബോംബ് ബ്ലാസ്റ്റ്, ഇത് നമുക്ക് ഏത് സംഘടനയുമായിട്ടാണ് കൂട്ടിയോജിപ്പിക്കാൻ പറ്റുക? പക്ഷെ ഇവരുടെയൊക്കെ ഐഡിയോളജി സെയിം ആണ്. ഒരു എക്സ്ട്രീം ഇസ്ലാമിസ്റ്റ് ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെ. അപ്പോൾ ഇതിനെ ബാൻ ചെയ്യാൻ ഒരു പക്ഷേ നമുക്ക് ഐഡിയോളജിയെ ബാൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഐഡിയോളജിയെ ഒരു അറ്റം വരെയെങ്കിലും നശിപ്പിക്കാൻ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ ഒരു സ്റ്റേറ്റ് മെഷീനറിയും അതായത് സ്റ്റേറ്റ് ഇന്റലിജൻസ് മെഷീനറി ഗവൺമെന്റിനോട് സെൻട്രൽ ഗവൺമെന്റിനോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് അത് കൂടുതലും ഫലപ്രദമായി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ അതിനുവേണ്ടി തന്നെയാണ് ഒരു പക്ഷേ ശ്രീ അമിത്ഷാ പറഞ്ഞത് ഇനി 2024 ആകുമ്പോഴേക്കും ഒരു പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ കൂടുതൽ എന്താ പറയാ NIA സെന്റേഴ്സ് NIA ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യപ്പെടും. ഒരു റീജിയണൽ ലെവലിലാണെങ്കിലൊക്കെ തന്നെ NIA കൂടുതൽ ബ്രാഞ്ചസ് ഓപ്പൺ ആവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു അറ്റം വരെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഐഡിയോളജിക്കൽ ബാൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അതിനെ കൂടുതൽ അവയർനെസ്സിലൂടെ, അതിനെ കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠന രീതികളിലൂടെ ഒക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു അവയർനെസ് കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ ഇവിടെ മതപഠനം കുറച്ചുകൂടി സയന്റിഫിക് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, വ്യക്തമാണ്. ശ്രീ കെവിൻ പീറ്റർ, നേരത്തെ നമ്മൾ ഈ പച്ചവെളിച്ചം എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഈ കേരള പോലീസിൽ ഉണ്ട്, അത്തരത്തിലുള്ളൊരു സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കൂട്ടായ്മ ഉണ്ട് എന്ന് പല ആരോപണങ്ങളും നിലവിലുണ്ട്. ഈ PFIയുടെ നിരോധനത്തിന് ശേഷം ഈ അത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് NIA കേരളത്തിലേക്ക് സമർപ്പിച്ചു. ഏകദേശം 800ഓളം പോലീസുകാർ അത്തരത്തിലുള്ള കേരള പോലീസിലുള്ളവർ അത്തരത്തിലുള്ള തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടരാണ് അല്ലെങ്കിൽ അത്തരം ആശയങ്ങളാൽ ഇൻഫ്ലുവൻസ് ആയി കഴിഞ്ഞു എന്നൊക്കെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഈ കോയമ്പത്തൂർ സ്ഫോടനത്തിൽ നിലവിൽ 6ഓളം പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫിറോസ് ഇസ്മായിൽ, മുഹമ്മദ് താൽക്ക, മുഹമ്മദ് റിയാസ്, മുഹമ്മദ് അസറുദ്ദീൻ, അഫ്സർ ഖാൻ. ഒപ്പം ഈ ചാവേർ സ്ഫോടനത്തിൽ ചാവേറായി പൊട്ടിത്തെറിച്ച ജമീഷ മുബീൻ. ഇവരുടെ എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് പലപ്പോഴും ഈ തീവ്രവാദ പ്രവർത്തനവുമായി അവരുടെ ഒരു പൂർവ്വകാല ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു തീവ്രവാദ പ്രവർത്തനമായ ഒരു കണക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ചാവേറായി പൊട്ടിത്തെറിച്ച ജമീഷ മുബീൻ, അയാളെ ഈ NIA നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഈ ശ്രീലങ്കയും നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം തന്നെ മുഹമ്മദ് ദാൽക്ക എന്ന വ്യക്തി ഈ അലുമയുടെ സ്ഥാപകൻ SA ഭാഷയുടെ സഹോദര പുത്രനാണ്. അപ്പോൾ നമ്മൾ ഈ ആരോപിക്കുന്ന ഈ പച്ചവെളിച്ചം ഒരു കൃത്യമായ ഒരു ഇന്റലിജൻസ് സംവിധാനം ഇവരെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ഇവരെ നിരീക്ഷിക്കാൻ അത് നടക്കുന്നില്ലേ? അതോ ഈ പച്ചവെളിച്ചം എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു പ്രതിഭാസം ഈ സമസ്ത മേഖലകളിലേക്കും വ്യാപിക്കുന്നതിന്റെ പരിണിത ഫലമാണോ ഇത്തരത്തിലുള്ള ഒരു ജാഗ്രതാ കുറവ് പോലീസിന്റെ ഭാഗത്ത്? ഇപ്പൊ കേരള പോലീസിന്റെ ഭാഗത്ത് മാത്രമല്ല, തമിഴ്നാട്ടിലാണെങ്കിലും മറ്റ് ചില സംസ്ഥാനങ്ങളിലാണെങ്കിലും അങ്ങനെ സംഭവിക്കുന്നത്? ശ്രീ കെവിൻ പീറ്റർ. തീർച്ചയായിട്ടും അത് പച്ചവെളിച്ചം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ്.
ലിസ്റ്റ് കൊടുത്തു എന്നുള്ളതും സത്യം തന്നെയാണ്. കാരണം ഇപ്പം പോലീസ് സേനയ്ക്ക് പുറത്ത് പൊതുസമൂഹത്തിൽ പൊതു രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ആ വോട്ട് ബാങ്കിന്റെ ആ ഒരു ശക്തി പ്രകടനം തന്നെയാണ് പോലീസ് സേനയ്ക്കുള്ളിലും ഇത് കാണിക്കുന്നത്. കാര്യം ഇത്തരക്കാർ എന്തൊക്കെ ചെയ്താലും മേലുദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ തന്നെ ഈ ഇത്തരം കാര്യങ്ങളോട് താല്പര്യമില്ലാത്ത വ്യക്തികൾക്ക് കണ്ണടക്കേണ്ടതായിട്ട് വരുന്നു. അല്ലെങ്കിൽ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെടും. അവർ ഇത്തരക്കാർക്ക് വോട്ട് ബാങ്കിന്റെ ബലത്തിൽ മേലധികാരികളിൽ നിന്നും ഭരണകർത്താക്കളിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നും എല്ലാവിധ സപ്പോർട്ടുകളും ലഭിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടു, കൊല്ലത്തിനടുത്ത് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ ആ റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ DYSP അദ്ദേഹം ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദി സംഘടനകളുമായിട്ട് ബന്ധപ്പെടുകയും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും മുന്നറിയിപ്പുകൾ കൊടുക്കുകയും അതിനെ തുടർന്ന് തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന് അത്തരത്തിലൊന്നും ഇല്ല, അവർ ക്ലീൻ ആണ് എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തു, ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അവർ അവരുടേതായ സ്വന്തം നിലയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത് അവർക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് DYSP അവരുമായിട്ട് ബന്ധമുള്ളതെന്ന് കണ്ടെത്തുകയും അത് സെൻട്രൽ ഏജൻസികളെ അറിയിക്കുകയും ഒപ്പം അതിന്റെ കോപ്പി കേരളത്തിലേക്കും എത്തിയതുകൊണ്ട് മാത്രം കേവലം ഒരു നടപടിക്രമം എന്ന നിലയിൽ അദ്ദേഹത്തെ മൂവാറ്റുപുഴയിലേക്ക് സ്ഥലം മാറ്റി. അദ്ദേഹത്തെ സർവീസിൽ നിന്ന് അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുകയോ ഉണ്ടായോ? ഒരിക്കലും ഉണ്ടായില്ല. അദ്ദേഹത്തെ മൂവാറ്റുപുഴയിലേക്കാണ് സ്ഥലം മാറ്റിയത്. മൂവാറ്റുപുഴയിൽ വന്നാൽ അദ്ദേഹം ഇതോടുകൂടി ഈ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നിർത്തുവോ? അപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അന്വേഷണത്തിന് ഉത്തരവിടാതെ അദ്ദേഹത്തെ സ്ഥലം മാറ്റി എന്തുകൊണ്ടാണ്? ഇവർക്ക് ഈ വോട്ട് ബാങ്കിന്റെ ബലത്തിൽ ഇത്തരക്കാർക്ക് പോലീസ് സേനയിലുള്ള ആ ഒരു ശക്തിയാണ് കാണുന്നത്. അത് തന്നെയാണ് ഇത്തരം പോലീസുകാർക്ക് വളമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പച്ചവെളിച്ചം എന്ന് പറഞ്ഞ പോലീസ് ശക്തമാണ്. ഇപ്പോൾ എടുത്ത ലിസ്റ്റുകളൊന്നും ആയിരിക്കില്ല, അതിന് മേലെയുമുണ്ട്. അത്തരം ആശയങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. നേരിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടവരുടെ മാത്രമായിരിക്കാം ഒരുപക്ഷെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ അത്തരം ആശയങ്ങൾ മനസ്സിൽ പേറുന്നവരുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ റീ റാഡിക്കലൈസേഷൻ. ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഇവിടെ UP-യിലൊക്കെ ചെയ്യുന്നത് പോലെ മതപണ്ഡിതർക്ക് മേൽ, കാര്യം ഇവിടെ ഇസ്ലാം മതം, ക്രിസ്ത്യൻ മതമാകട്ടെ ഹിന്ദു മതമാകട്ടെ, ഇവിടുത്തെ മതപുരോഹിതർക്ക് തന്റെ മത അനുയായികൾക്കിടയിൽ മുസ്ലിം അനുയായികൾക്കിടയിലുള്ളത് പോലുള്ള ആ ഒരു സ്വാധീനമില്ല. മുസ്ലിം സമുദായത്തിൽ മതപുരോഹിതർക്ക് അവരുടെ മൗലവിമാർക്ക് അല്ലാതുള്ള ഉസ്താദന്മാർക്ക് ഇവർക്കൊക്കെ ഇവരുടെ മതത്തിന്റെ അനുയായികളിൽ അമിതമായ സ്വാധീനമുണ്ട്. അവർ പറഞ്ഞാൽ അവരുടെ വാക്കുകൾക്ക് വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഏജൻസികൾ, അത് കേന്ദ്ര സർക്കാരാകട്ടെ കേരള സർക്കാരാകട്ടെ, ഇത്തരം മത പണ്ഡിതരുടെ മേലും മേലധ്യക്ഷന്മാരുടെ മേലും ശക്തമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇവരെ കൊണ്ട് ഈ സമുദായത്തിൽ ഇതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാകണം. ഇപ്പോൾ ഇത്രയധികം ബോംബ് സ്ഫോടനങ്ങൾ, ചാവേർ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ട് എവിടെ ഏത് മൗലവിയാണ് പറഞ്ഞത് ഇത് പാടില്ല, ഇത് അനിസ്ലാമികമാണ്, ഇത് ഇസ്ലാമിന്റെ ഭാഗമല്ല എന്ന്? ജിഹാദി യുവാക്കളെ പ്രേരിപ്പിക്കുന്ന വിജയത്തിന്റെ വാളിന്റെ തണൽ എന്ന് പറയുന്ന പുസ്തകം നിരോധിക്കണമെന്ന് ഇസ്ലാം മത സമൂഹത്തിലെ ഏത് മൗലവിയാണ് ആവശ്യപ്പെട്ടത്? ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനാ നേതാവ് ആവശ്യപ്പെട്ടോ? അതിപ്പോഴും സർക്കാരിന്റെ ഒരു DGP അത് നിരോധിക്കണമെന്ന് പറഞ്ഞു, രണ്ടാമത്തെ DGPയും പറഞ്ഞിട്ടും ഇപ്പോഴും സർക്കാർ അത് പഠിക്കാനായി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ സർക്കാർ പഠിക്കാൻ മാറ്റി വെക്കുന്നതിന് പകരം ആ സമുദായത്തിലെ ആ അനുയായികൾക്കിടയിൽ നല്ല സ്വാധീനമുള്ള മതപുരോഹിതർ ഇത്തരം കാര്യങ്ങളെ എതിർക്കാൻ തയ്യാറാകണം. അങ്ങനെ തയ്യാറാക്കിക്കാനായിട്ട് അവരുടെ മേൽ സർക്കാർ സമ്മതം ചെലുത്താൻ തയ്യാറാവണം. കാര്യം ഇവർക്കുള്ള പെൻഷനും ഇവരുടെ ഭാര്യമാർക്കുള്ള ഇതും മക്കൾക്കുള്ള ഇതും എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ പൊതുസമൂഹത്തിന് നികുതി പണത്തിൽ നിന്നും. അപ്പോൾ സമ്മർദ്ദം ചെലുത്താൻ ഇവരെ നിയന്ത്രിക്കാനും നമ്മുടെ ഭരണകൂടം തയ്യാറാവണം. എങ്കിൽ മാത്രമേ ഇതിലൊരു മാറ്റം ഉണ്ടാവൂ. അല്ലാതെ ഒരിക്കലും ബോധവൽക്കരണത്തിലൂടെ എന്ന് പറയുന്നത് പഞ്ചാബിൽ നടന്നതുപോലെയാണ്. പഞ്ചാബിൽ ആദ്യം ഇതുപോലെ ഖാലിസ്ഥാൻ തീവ്രവാദത്തിലേക്ക് പോയ വിവാദത്തെ ബോധവൽക്കരിച്ച് അവർക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പണവും കൊടുത്ത് അവരെ വീണ്ടും ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടും. അവർ ആ പണവും മേടിച്ചിട്ട് കുറച്ചാൾ മാറി നിന്നിട്ട് അവർ വീണ്ടും തീവ്രവാദത്തിലേക്ക് വന്നു. അവസാനം KPS ഗിൽ എന്ന് പറയുന്ന ആള് മറ്റൊരു രീതിയിലാണ് ഇതിനെയൊക്കെ തീർത്തത്. അതായത് ജയിലിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇറങ്ങി ഓടിക്കൊള്ളാൻ പറയും, ഓടിക്കഴിയുമ്പോഴത്തെ പറയുന്ന അടിച്ചു തീർക്കും. ഇതാണ് അവിടെ ചെയ്തത്. അപ്പോൾ അതിലേക്കൊന്നും പോകാതെ ഈ ഇത്തരം ബോധവൽക്കരണമോ ഇത്തരം ആൾക്കാരെ സ്പെഷ്യൽ ബ്രാഞ്ച് റീ റാഡിക്കലൈസേഷൻ നടത്തി എന്ന് പറയുന്നു, അതിന് ഒരു ഫലവും ഉണ്ടാവില്ല. അതിലൊരു 5% മാത്രം, ബാക്കി 95% തിരിച്ച് വീണ്ടും അതേ പാതയിലേക്ക് വന്നിട്ടുണ്ടാവും. കാര്യം ഇത്തരം തലച്ചോറിനുള്ളിൽ എത്തിപ്പെട്ടിട്ടുള്ള മതമായതുകൊണ്ടാണ്. മറിച്ച് മറ്റൊരു നെക്സലിസം പോലുള്ള അത്തരത്തിലുള്ള ഒരു ഇതായിരുന്നെങ്കിൽ നമുക്ക് മാറ്റാമായിരുന്നു. പക്ഷെ മതത്തെ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അത് പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ മത പുരോഹിതർ തന്നെ പറയണം. അവസാനമായി ശ്രീ ജോൺസൺ തോമസ്,
നമുക്കറിയാം കേരളത്തിന്റെ ഒരു സാഹചര്യം ഒരു 30 അല്ലെങ്കിൽ ഒരു 40 വർഷം മുമ്പ് വരെ ഈ കേരളത്തിലെ എല്ലാ മതത്തിലും പെട്ടവർ പരസ്പരം സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ചില തീവ്രവാദ ശക്തികളുടെ ഒരു കടന്നുകയറ്റത്തിന്റെ ഫലമായി അവർ കാണിക്കുന്ന ഈ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് പോലുള്ള അതോടൊപ്പം തന്നെ ഈ ചാവർ സ്ഫോടനം പോലുള്ള ഭീകര പ്രവർത്തനങ്ങളുടെ ഫലമായി ഒരു ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു. ആ ഒരു പഴയ കേരളം നമുക്കിനി തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ ശ്രീ ജോൺസൺ? സാമൂഹിക അന്തരീക്ഷം വല്ലാതെ കലുഷിതമായെന്ന് പലരും ആശങ്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വാർത്തകൾ കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതേസമയം ഏറെ വൈകിയിട്ടില്ല. കുറെയൊക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, മുമ്പ് പറഞ്ഞതുപോലെ സമുദായത്തിനുള്ളിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഇതിലേക്ക് പോകുന്ന ആളുകളുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിൽ നിന്നോ വലിയൊരു പ്രതികരണവും ഇതിനുള്ള ബോധവൽക്കരണവും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ നല്ല കാലം തിരിച്ചു പിടിക്കുവാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിന് ആത്മാർത്ഥതയോടെയുള്ള ഇറങ്ങി പുറപ്പെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം, പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം, രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഏറ്റവും പ്രധാനമായിട്ടും ആരാണോ ഇത്തരം വിധ്വംസക അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് അവരുടെ സമുദായങ്ങളിൽ നിന്നും അവരുടെ കുടുംബങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അതൊക്കെ കൂട്ടായ അങ്ങനെ ഒരു പ്രവർത്തനം ഏതെങ്കിലും തരത്തിൽ ഒരു തരംഗമായിട്ട് കേരളത്തിൽ ഉയർന്നു വന്നെങ്കിൽ മാത്രമേ വീണ്ടും സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമുക്ക് വളരുവാനും തിരിച്ചു വരുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഇപ്പൊ പലരും പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും പലരുടെയും മനസ്സിൽ ആശങ്കകളുണ്ട്. ആശങ്കകൾ പലരും പരസ്യമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് പറയുന്നില്ല. അത് മാധ്യമങ്ങൾക്കും അറിയാം, പലർക്കും അറിയാം, രാഷ്ട്രീയക്കാർക്കും അറിയാം. സ്വകാര്യ സംഭാഷണങ്ങളിൽ പലപ്പോഴും രാഷ്ട്രീയക്കാർ ഇങ്ങനെയുള്ള ആശങ്കകൾ പരസ്യമായിട്ട് രഹസ്യമായിട്ട് പറയാറുണ്ട്. പക്ഷെ അവരത് പരസ്യമായിട്ട് പറയാൻ തയ്യാറാവുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂട്ടായ ഒരു പ്രതിരോധം ഉയർന്നു വരണം. പക്ഷെ അതിന് ആര് മുൻകൈയെടുക്കും എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മുന്നിൽ പ്രസക്തമായിരിക്കുന്ന ചോദ്യം. രാഷ്ട്രീയക്കാരും മുൻകൈയെടുക്കുമെന്ന് തോന്നുന്നില്ല. മാധ്യമങ്ങൾ അതിന് മുൻകൈയെടുക്കാൻ തയ്യാറായിട്ട് രംഗത്ത് വരുമെന്ന് തോന്നുന്നില്ല. പൊതുസമൂഹത്തില് ആ മേഖലയിലേക്ക് പോകുന്ന അധികം ഉറപ്പ്. പിന്നെ ആരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്? എനിക്ക് തോന്നുന്നത് ആദ്യമായി മുൻകൈ എടുക്കേണ്ടത് ഏത് ഭാഗത്തു നിന്നാണോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് ആളുകൾ വഴുതി വീഴുന്നത് അവരുടെ സമുദായവും അവരുടെ സമൂഹവും ആദ്യം ഇതിനെതിരെ പ്രതിരോധം തീർക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ആത്മവിശ്വാസത്തോടെ അവരോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരം തെറ്റായ പ്രവണതകളിലേക്ക് നമ്മുടെ യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെ കടന്നു പോകുന്നതിന് ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ കഴിയും. അങ്ങനെ ഒരു നല്ല കാലം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും പ്രതീക്ഷിക്കാം. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ മൃദു സമീപനമല്ല, നട്ടലോട് കൂടിയ ഒരു നിലപാടാണ് വേണ്ടത്. ആ ഒരു നിലപാടിൽ രാഷ്ട്രീയ നേതാക്കൾക്ക്, മാധ്യമങ്ങൾക്ക്, പോലീസ് സംവിധാനത്തിന് ഒപ്പം തന്നെ സമുദായ നേതൃത്വങ്ങൾക്ക് വളരെ നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ മിഥുൻ, ശ്രീ കെവിൻ പീറ്റർ, ശ്രീ ജോൺസൺ, 3 പേർക്കും നന്ദി.